എല്ലാവർക്കും നമസ്കാരം. ആമസോൺ ഈയിടെ വളരെ അടുത്താണ് കിൻഡിൽ ഡയറക്റ്റ് പബ്ലിഷിംഗ് ഓതേഴ്സിന് വേണ്ടി ഒരു AI പവേർഡ് ആയിട്ടുള്ള ഒരു കിൻഡിൽ ട്രാൻസ്ലേറ്റ് സേവനം, ഒരു കിൻഡിൽ ട്രാൻസ്ലേറ്റ് ഇപ്പോൾ അടുത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പോൾ അതിനെതിരെ യൂറോപ്യൻ റൈറ്റേഴ്സ് കൗൺസിലും യൂറോപ്യൻ കൗൺസിൽ ഓഫ് ലിറ്റററി ട്രാൻസ്ലേറ്റേഴ്സ് അസോസിയേഷനും ശക്തമായിട്ട് അതിനെ എതിർക്കുകയുണ്ടായി. അപ്പോൾ അവർ ആ ക്യാമ്പയിൻ്റെ ഒരു ടാഗ് ലൈൻ പറഞ്ഞത് ബുക്സ് കാനോട്ട് ബി ട്രാൻസ്ലേറ്റഡ് ഇൻ എ ക്ലിക്ക് എന്നാണ്. മനുഷ്യരാൽ എഴുതപ്പെടുകയും മനുഷ്യരാൽ വരയ്ക്കപ്പെടുകയും മനുഷ്യരാൽ പ്രസിദ്ധീകരിക്കപ്പെടുകയും ചെയ്യുന്ന പുസ്തകങ്ങളുടെ വായന മുന്നോട്ട് തന്നെ പോകണം എന്നുള്ളതാണ് ആ ക്യാമ്പയിൻ്റെ ഒരു പ്രധാന വാദമുണ്ടായിരുന്നത്. ഈ ഒരു അവസരത്തിലും കൂടിയാണ് നമ്മളിവിടെ മറുകര തേടുന്ന മലയാളത്തിൻ്റെ പരിഭാഷാ ജീവിതം എന്നുള്ള ഒരു വിഷയം നമ്മൾ ചർച്ച ചെയ്യുന്നത്. വളരെ പ്രത്യേകതയുള്ളൊരു പാനലാണ് നമുക്കുള്ളത്. പ്രത്യേകിച്ചും ട്രാൻസ്ലേഷനെ കുറിച്ചിട്ടുള്ള പാനലുകളിൽ ട്രാൻസ്ലേറ്റേഴ്സ് ആവും അധികം ഉണ്ടായിരിക്കുക. അവരവരുടെ വിവർത്തനാനുഭവങ്ങൾ പറയുകയാണ് ഉണ്ടായിരിക്കുക. ഇപ്രാവശ്യം നമുക്കുള്ളത്, ഞാൻ മോഡറേറ്ററാണ്, ഞാനാണ് ട്രാൻസ്ലേറ്ററായിട്ട് ഇതിലുള്ളത്. നമുക്ക് സുധീർ സാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിഭയങ്കര വായനക്കാരനും സാഹിത്യ നിരീക്ഷകനുമാണ്. അതുപോലെ രണ്ടുപേരും നമ്മുടെ കൂടെയുള്ള രണ്ട് എഴുത്തുകാരികളും ഷീലയും അതുപോലെ തന്നെ ജിസയും വളരെ വേഗത്തിൽ തന്നെ കേരളത്തിലെ ഒരു മലയാളത്തിൻ്റെ സാഹിത്യ ജീവിതത്തിൽ ഒരു വിസിബിലിറ്റി കിട്ടിയ ആളുകളും വളരെ പെട്ടെന്ന് തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട ആളുകളുമാണ്, വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ നമ്മൾ മലയാളത്തിൻ്റെ ഒരു ഇംഗ്ലീഷിലേക്കുള്ള വിവർത്തന ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴൊന്നും തുടങ്ങിയതല്ല. ആദ്യത്തെ നോവലായിട്ടുള്ള ഇന്ദുലേഖ തന്നെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് നമ്മുടെ ചന്തുമേനോൻ്റെ മേലുദ്യോഗസ്ഥനാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 60, 70, 80കളിൽ നമ്മളൊരു ആഷർ വി അബ്ദുള്ള കാലമുണ്ട് ട്രാൻസ്ലേഷൻ്റെ. അത് കഴിഞ്ഞ് അന്നാണ് ബഷീറിൻ്റെയും പൊറ്റക്കാടിൻ്റെയും ഒക്കെ കൃതികൾ വിവർത്തനം ചെയ്യപ്പെട്ടത്. അത് കഴിഞ്ഞിട്ട് 80കളുണ്ട്, അത് മാധവിക്കുട്ടിയുടെയും എല്ലാം വിവർത്തനം ചെയ്യപ്പെട്ട ഒരു കാലമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ശക്തമായിട്ടുള്ളൊരു തേർഡ് വേവാണ് വിവർത്തനത്തിൽ വന്നിരിക്കുന്നത്. ഇതിനൊരു മാറ്റമുള്ളത്, വിവർത്തനത്തിൻ്റെ വായനാ സമൂഹം വളരെയധികം മാറിയിട്ടുണ്ട്. ഇപ്പം മലയാളികളല്ലാത്തവർ മാത്രമല്ല നമ്മുടെ വിവർത്തനങ്ങൾ വായിക്കുന്നത്, മലയാളികളും വായിക്കുന്നുണ്ട്. ഇംഗ്ലീഷിൽ നോവലുകൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്ന, നമ്മളുടെ പുറത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അകത്ത് ജീവിക്കുമ്പോൾ തന്നെ ഇംഗ്ലീഷ് സംസാര ഭാഷയായിട്ടുള്ള മലയാളികൾ ഉണ്ട്. അതുപോലെ തന്നെ അന്താരാഷ്ട്ര സമൂഹം പുതിയ അനുഭവങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട്. പണ്ടത് ലാറ്റിൻ അമേരിക്കൻ, ആഫ്രിക്കൻ ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് ഇന്ത്യൻ അനുഭവങ്ങളാണ് ആവശ്യപ്പെടുന്നത്. പിന്നെ പുതിയൊരു വിവർത്തക നിരയുണ്ട്. വിവർത്തക നിര എന്ന് പറഞ്ഞാൽ സമകാലിക ഇംഗ്ലീഷ് അറിയുന്നവരും മിക്കവരും വിദേശത്ത് ജീവിക്കുന്നവരും സംസാര ഭാഷ ഇംഗ്ലീഷ് ആയിട്ടുള്ളവരായിട്ടുള്ള ശക്തരായിട്ടുള്ള ഒരു വിവർത്തന നിര കൂടിയുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഷീലയോടും അതുപോലെ തന്നെ ജിസയോടുമാണ്. നിങ്ങൾ ഇത്ര വേഗം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട നിങ്ങളുടെ ഈ വിവർത്തനം, അതിലൂടെ കിട്ടുന്ന ഒരു വിസിബിലിറ്റി എങ്ങനെയാണ് നിങ്ങളുടെ എഴുത്ത് ജീവിതത്തെ അതിനെ സ്വാധീനിക്കുന്നത്? ഇപ്പോഴുള്ള ഒരു വിവർത്തനം കൈനീട്ടി സ്വീകരിക്കുന്ന ഒരു വായനാ സമൂഹത്തെ കൂടി കണ്ടുകൊണ്ടാണോ നിങ്ങൾ എഴുതുന്നത്? എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ മനോരമ ഹോർത്തൂസിന് ഇങ്ങനെ ഒരു സെഷനിലേക്ക് ഞങ്ങളെ ക്ഷണിച്ചതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. മനോഹരമായ ഈ ആംബിയൻസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ മറുകര തേടുന്ന മലയാളത്തെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പം എനിക്കിപ്പം ഇങ്ങനെ ഈ സ്റ്റേജിലിരിക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത് പുരാതന റോമ സാമ്രാജ്യത്തെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ വായിച്ചിട്ട് ഒരു ഫെമിനിസ്റ്റ് ചിന്തക ജുവാൻ സ്മിത്ത് ചോദിച്ചൊരു ചോദ്യമുണ്ട്, പുരാതന റോമ സാമ്രാജ്യത്തിൽ സ്ത്രീകളൊന്നും ഉണ്ടായിരുന്നില്ലേ എന്ന്. അപ്പം പലപ്പോഴും നമ്മുടെ ഇന്നത്തെ സാഹിത്യ സാംസ്കാരിക പരിപാടികളുടെ സ്റ്റേജുകളൊക്കെ കാണുമ്പം അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്, എന്താ ഇവിടെ സാഹിത്യം എഴുതുന്ന അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുന്ന സ്ത്രീകളും അല്ലെങ്കിൽ മലയാളത്തിൽ സാംസ്കാരിക പ്രവർത്തനം നടത്തുന്ന സ്ത്രീകളൊന്നും ഇല്ലേ? സ്റ്റേജിൽ നിറഞ്ഞു നിൽക്കുന്ന പുരുഷ പ്രജകളെ കാണുമ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അപ്പോൾ അതിന് വിപരീതമായിട്ട് ഇതാ ഒരു സുധീറിനൊപ്പം ഞങ്ങൾ 3 സ്ത്രീകൾ ഈ വേദിയിൽ വന്നിരിക്കുകയാണ്. എനിക്കറിയില്ല വേറെ ഏതെങ്കിലും സ്ത്രീകൾക്ക് വേണ്ടി മാത്രം ഏർപ്പെടുത്തിയിട്ടുള്ള ചില പ്രത്യേക കമ്പാർട്ട്മെൻറ്റുകളിലല്ലാതെ ഇതുപോലെയുള്ള ഒരു സാന്നിധ്യം സാധാരണ ഉണ്ടാവാറുണ്ടോ എന്നറിയില്ല. അത് കബനി ആ വിഷയത്തിലേക്ക് പിന്നീട് വരുമെന്ന് തോന്നുന്നു. അപ്പം എങ്ങനെയാണ് ഞങ്ങളുടെ പുസ്തകങ്ങളുടെ പരിഭാഷ ഞങ്ങളുടെ എഴുത്ത് ജീവിതത്തെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? അങ്ങനെ വരുന്ന ഒരു ഓഡിയൻസിനെ നോക്കിയിട്ടാണോ എഴുതുന്നത്? രണ്ടാമത്തെ ചോദ്യത്തിന് ആദ്യം പറയാം, തീർച്ചയായിട്ടും ആര് വായിക്കുന്നെന്ന് വിചാരിച്ചല്ല എഴുത്ത്. ഒരു എഴുത്തുകാരനും അല്ലെങ്കിൽ എഴുത്തുകാരിയും ഓഡിയൻസിന് മുന്നിൽ കണ്ടുകൊണ്ടല്ല എഴുതുന്നത് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. മൂന്നേട്ടനൊക്കെ ഇവിടെ ഇരിക്കുന്നു. മറുകര തേടുന്ന മലയാളത്തിൽ
ഡൽഹി ഗാഥകളിലൂടെ JCB അവാർഡ് മലയാളത്തിലേക്ക് എത്തിച്ച മൂന്തേട്ടൻ. അപ്പം ഒരു കാര്യം പറഞ്ഞാൽ, ഇപ്പം ഡൽഹി ഗാഥകൾ പോലെയുള്ള ഒരു പുസ്തകം ഇന്ത്യയിൽ ഒരു ഭാഷയിലും എനിക്ക് തോന്നുന്നു രചിക്കപ്പെട്ടിട്ടില്ല. ഒരു 1964 മുതലുള്ള ഡൽഹിയുടെ ചരിത്രവും ജീവിതവും, അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതവും പറയുന്ന രാജാക്കന്മാരുടെ ചരിത്രവും ഒക്കെ പറയുന്ന കഥകളും നോവലുകളൊക്കെ ഇഷ്ടംപോലെ ഹിന്ദിയിലും ഇതര ഭാഷകളിലെല്ലാം ഉണ്ടായിട്ടുള്ളപ്പം ഈ പുസ്തകം മലയാളത്തിലാണ് ഡൽഹി ഗാഥകൾ പോലെ ഒരു പുസ്തകം ആദ്യമായിട്ട് പിറക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു പുസ്തകം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടപ്പോഴാണ് അത് ഇന്ത്യയുടെ എല്ലാ കോണുകളിലും ഇങ്ങനെ മലയാള സാഹിത്യത്തിൽ ഇന്ത്യയെ അറിയുന്ന, ഇന്ത്യയുടെ ആത്മാവിനെ അറിയുന്ന, ഇന്ത്യയിലെ അരികുവൽക്കരിക്കപ്പെട്ട മനുഷ്യരെ അറിയുന്ന ഒരു എഴുത്തുകാരൻ അല്ലെങ്കിൽ എഴുത്തുകാർ മലയാള സാഹിത്യത്തിലുണ്ട് എന്ന് അറിയുന്നത്. അപ്പോൾ മൂന്തേട്ടനെ പോലെയുള്ളവർക്ക് ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ, വിവർത്തനത്തിലൂടെ ലഭിച്ചിട്ടുള്ള പുരസ്കാരങ്ങൾ പിന്നീട് വന്ന എന്നെപ്പോലെയും ജെസിയെ പോലെയും ഉള്ളവരുടെ എഴുത്തിന് തീർച്ചയായിട്ടും അത് ഒരു വലിയ പ്രചോദനമായിട്ടുണ്ട്. പക്ഷേ ഈ പുസ്തകം എഴുതുമ്പോൾ വല്ലി എന്ന നോവൽ, ആ വല്ലി എന്ന നോവലാണ്, 2 നോവലുകളാണ് ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ളത്, നേരത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്ത പോലെ. പക്ഷേ എൻ്റെ അവാർഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആൾ പറഞ്ഞത് പുഞ്ചിരിയാണ്. വേറെ പുരസ്കാരങ്ങൾ, എനിക്ക് ഷീല ടോമിക്കുള്ള പുരസ്കാരം പുഞ്ചിരിയാണെന്ന് പറഞ്ഞ് അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. അപ്പോൾ ആ വല്ലി എന്ന നോവൽ JCBയുടെ ഷോർട്ട് ലിസ്റ്റിൽ വരുമ്പോൾ തീർച്ചയായിട്ടും വളരെ അത്ഭുതമാണ് എനിക്ക് തോന്നിയത്. കാരണം വല്ലി എന്ന നോവൽ, ഞാൻ എൻ്റെ ആദ്യത്തെ നോവൽ എൻ്റെ നാടിനെക്കുറിച്ച്, ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരുടെ ജീവിതത്തെക്കുറിച്ച്, അത് കുടിയേറ്റം മുതൽ കുടിയിറക്കം വരെയുള്ള ഒരു 19 വർഷത്തെ ജീവിതത്തെക്കുറിച്ച്, അവിടുത്തെ പ്രകൃതിയെക്കുറിച്ച്, അവരുടെ പോരാട്ടങ്ങളെക്കുറിച്ചൊക്കെ എഴുതുമ്പോൾ ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല ഒരിക്കൽ ഡൽഹിയിലും ജയ്പൂരിലും ഭൂട്ടാനിലും ഹൈദരാബാദിലും ബാംഗ്ലൂരിലുമൊക്കെ ഈ വല്ലിയെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി പോകേണ്ടി വരുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. ഈ പുസ്തകം ഇറങ്ങിയിട്ട് 1 വർഷം കഴിഞ്ഞതോടെ വലിയ അനക്കങ്ങളൊന്നും നമ്മുടെ മലയാള വായനക്കാർക്കിടയിൽ ഉണ്ടായിട്ടുമില്ല. പക്ഷേ ജയശ്രീ കളത്തിൽ എന്ന വിവർത്തക ഈ പുസ്തകം കണ്ടെടുക്കുകയും അവർ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുകയും ചെയ്തപ്പോൾ, അതിനുശേഷം ഇംഗ്ലീഷ് വായനക്കാർ, വിവർത്തന സാഹിത്യം വായിക്കുന്നവരിൽ പെടുന്ന വായനക്കാർ, അതുപോലെ നിരൂപകർ ആ പുസ്തകത്തെ കണ്ടെടുത്ത് അതിനെക്കുറിച്ച് എഴുതുകയും ചെയ്തപ്പോഴാണ് ഈ കേരളത്തിലുള്ള വായനക്കാർ പോലും ഈ പുസ്തകത്തെക്കുറിച്ച് വായിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ട്രാൻസ്ലേഷൻ ഒരു നമ്മുടെ എഴുത്തിനെ സപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ ഒരു എഴുത്തുകാർ ഇവിടെ ഉണ്ട് എന്ന് കാണിച്ചത് തന്നെ ഈ ട്രാൻസ്ലേഷനാണ്, ഈ പുസ്തകത്തിൻ്റെ ട്രാൻസ്ലേഷനാണ് എന്ന് സമ്മതിക്കാതെ വയ്യ. പിന്നെ നമുക്ക് ഇപ്പോൾ ഒരു വളരെ ലോക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റാണോ വയനാടിനെ കുറിച്ചുള്ള ഒരു നോവൽ എന്ന് പലപ്പോഴും പലരും ചിന്തിച്ചു പോയാലും, പക്ഷേ ഈ ലോക്കലായിട്ടുള്ള ഒരു സബ്ജക്റ്റിനെ ഗ്ലോബൽ ഓഡിയൻസിന് എങ്ങനെയാണ് സ്വീകാര്യമാകുന്നത് ഉള്ളതിൻ്റെ ഒരു തെളിവ് കൂടിയായിരുന്നു വല്ലി എന്ന് പറയുന്ന നോവലിൻ്റെ ട്രാൻസ്ലേഷൻ. അപ്പം അതിൻ്റെ ആ ട്രാൻസ്ലേഷന് കിട്ടിയ ആ സ്വീകാര്യതയും, തുടർന്ന് എൻ്റെ നോവലിന് മലയാളത്തിൽ കിട്ടിയ സ്വീകാര്യതയും വായനയും ഒക്കെയാണ് പിന്നീട് മറ്റൊരു അക്രമത്തിലേക്ക്, ആ നദിയോട് പേര് ചോദിക്കരുത് എന്നൊരു നോവലിൻ്റെ എഴുത്തിലേക്ക് തന്നെ എന്നെ കൊണ്ടെത്തിച്ചത്. അപ്പോൾ ഞാൻ 10-20 വർഷം ജീവിച്ചിരുന്ന ഗൾഫ് പരിസരത്തിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത ഒരുപാട് കഥാപാത്രങ്ങളും പലായനം ചെയ്യുന്ന മനുഷ്യരുടെ വ്യഥകളുമൊക്കെയാണ് അതിലേക്ക് വരികയും, അത് പിന്നീട് മിനിസ്തി എസ് എന്ന് പറയുന്ന, കാരണം ഞാൻ അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്, ആ 2 വിവർത്തകരില്ലെങ്കിൽ ഈ വേദിയിൽ എനിക്ക് സ്ഥാനമില്ല. മിനിസ്തി എസ് എന്ന് പറയുന്ന IAS ആ പുസ്തകത്തെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യുകയും, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ പോയപ്പോൾ പോലും അവിടുത്തെ ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഈ ഡു നോട്ട് ആസ്ക് ദ റിവർ ഹെർ നെയിം ആ പുസ്തകം സൈൻ ചെയ്യിക്കാനായിട്ട് മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ, തീർച്ചയായിട്ടും ഇനിയും എഴുതണം, കൂടുതൽ എഴുതണം, കൂടുതൽ വിഷയങ്ങളെക്കുറിച്ച് എഴുതണം, ഇതുവരെ പറയാത്ത കഥകളെക്കുറിച്ച് എഴുതണം, ഇതുവരെ മലയാളത്തിൽ അടയാളപ്പെടുത്താത്ത ദേശങ്ങൾ അടയാളപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിലേക്ക് എന്നെ എത്തിച്ചത് വിവർത്തകരാണ്, വിവർത്തനമാണ്. ഷീല പറഞ്ഞതുപോലെ, ഷീല പറഞ്ഞെടുത്തു തന്നെ തുടങ്ങുകയാണ്. റോമാ സാമ്രാജ്യത്തിൽ മാത്രമല്ല സ്ത്രീകളുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും നമ്മളുടെ പല പ്രോഗ്രാമുകളിലും ഈ നാട്ടിൽ സ്ത്രീകളില്ലേ, സ്ത്രീകൾ എഴുതുന്നില്ലേ എന്നൊക്കെ ചോദിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഇപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോൾ സുധീർ സാർ പറഞ്ഞതാണ്, ഈ 3 പെണ്ണുങ്ങളും ഒരാണും, അത് വളരെ അപൂർവമായിട്ടുള്ളൊരു സംഗതിയാണ്, സാധാരണമായ കാര്യമല്ല. അപ്പം എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ശ്രദ്ധിക്കുമ്പോൾ വിവർത്തനം നടത്തുന്നത് അധികം ഇപ്പോൾ സ്ത്രീകളുടെ ഒരു മേഖലയായിട്ടുണ്ട്. പ്രധാനപ്പെട്ട പ്രശസ്തരായ ശ്രദ്ധിക്കപ്പെട്ട വിവർത്തകരൊക്കെ സ്ത്രീകളാണ്. അവർ കൂടുതലായിട്ടും സ്ത്രീകളുടെ പുസ്തകങ്ങളാണോ തിരഞ്ഞെടുക്കുന്നത് എന്നും എനിക്ക് ചിലപ്പോൾ സംശയം തോന്നിയിട്ടുണ്ട്.
അപ്പം എന്തായാലും പരിഭാഷകൾ അല്ലെങ്കിൽ വിവർത്തനം നമ്മളുടെ എഴുത്തിനെ പുതിയ ദേശങ്ങളിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ഷീല പറഞ്ഞതുപോലെ എനിക്ക് എൻ്റെ ഒരു പുസ്തകം മാത്രമാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത്. അതിപ്പോൾ ഒരു 9 മാസം ആയിട്ടുള്ളൂ വിവർത്തനം വന്നിട്ട്. പക്ഷേ നമ്മളല്ലാതെ ഞാൻ എഴുതിയത് ഒരിക്കലും അതൊരു വിവർത്തനം ചെയ്യപ്പെട്ടേക്കും, കൂടുതൽ ആൾക്കാർ പുറത്തുള്ള ആളുകളും വായിക്കും, അങ്ങനെയുള്ളൊരു പ്രതീക്ഷയോടെ അല്ല എഴുതിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൻ്റെ സാഹചര്യങ്ങളിൽ വളരെ സാധാരണക്കാരായ പക്ഷേ വ്യത്യസ്തമായിട്ടുള്ള ജീവിതം ജീവിക്കുന്ന കുറച്ച് സ്ത്രീകൾ, അവരുടെ കഥയാണ് മുദ്രിത എഴുതുമ്പോൾ ഞാൻ പറഞ്ഞത്. അത് എന്തിനാണ് എഴുതിയത് അല്ലെങ്കിൽ ആർക്ക് വായിക്കാനാണെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഓരോ എഴുത്തും എല്ലാ എഴുത്തുകാരും അങ്ങനെയായിരിക്കും പറയാമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളുടെ ആദ്യത്തെ എഴുത്ത് ഏറ്റവും പ്രധാനമായിട്ട് നമുക്ക് വേണ്ടി തന്നെയാണ്. നമ്മൾ ഓഡിയൻസിന് അല്ലെങ്കിൽ വായനക്കാരെ ആരാണ് വായിക്കുക അങ്ങനത്തെ കാര്യങ്ങൾ, അത്തരം പരിഗണനകൾ രണ്ടാമത് മാത്രമാണ് വരുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ വ്യക്തിപരമായ തോന്നലാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ കാര്യത്തിൽ എന്തായാലും അങ്ങനെയാണ്. ഇത് ആരാണ് വായിക്കുന്നത്, ഇതെങ്കിലും ആരെങ്കിലും വായിക്കുമോ എന്നുള്ള ആശങ്ക പോലും ചിലപ്പോൾ തോന്നാറുണ്ട്, ആർക്ക് വേണ്ടിയാണ് എഴുതുന്നത് എന്നൊക്കെയുള്ള. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇത് ഒരു ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്നുള്ള യാതൊരു പ്രതീക്ഷയില്ലാതെയാണ് ഞാൻ എഴുതിയത്. പക്ഷേ ഇതുപോലെ ജയശ്രീ കളത്തിൽ എന്ന വളരെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് മലയാളത്തിൽ ഇംഗ്ലീഷിലുള്ള പുസ്തകങ്ങൾ ധാരാളം വായിക്കുന്ന ഒരാൾ ആ പുസ്തകം വായിക്കുകയും അത് ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് എന്നോട് ചോദിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിക്കുന്നത് ഒരു പുസ്തകം പുറപ്പെട്ടു പോവുകയാണ്. ട്രാൻസ്ലേഷൻ എന്ന് വെച്ചാൽ ഒരു പുസ്തകം നമ്മളുടെ കയ്യിൽ നിന്ന്, നമ്മളുടെ പരിമിതമായിട്ടുള്ള വായനക്കാരുടെ ഇടയിൽ നിന്ന് ആ പുസ്തകം ഒരു ദേശസഞ്ചാരത്തിന് പോകുന്ന പോലെയാണ് തോന്നുന്നത്. ഇപ്പോൾ പുറപ്പെട്ടു പോയ വാക്കെന്ന് പറയുന്ന പോലെ പുറപ്പെട്ടു പോയ പുസ്തകമാണ് ട്രാൻസ്ലേഷൻ ചെയ്യപ്പെട്ട പുസ്തകം എന്ന് തോന്നുന്നു. അപ്പോൾ അത് ഇംഗ്ലീഷിലുള്ള വായനക്കാരാണ് വായിക്കുന്നത്. അത് ഒരിക്കലും ഒരു ചർച്ച വന്നിരുന്നു. മലയാളത്തിലുള്ള വായനക്കാർ അവർ മലയാളത്തിൽ ആണ് വായിക്കുക, അവർ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻസ് വായിക്കുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല, കാരണം അവർക്ക് അവരുടെ ഭാഷയിൽ വായിക്കാം. അപ്പോൾ പുറത്തുള്ള ആളുകളാണ് നമ്മളുടെ പുസ്തകം വായിക്കുന്നത്. അത് തന്നെ ഇന്ത്യയിൽ മാത്രമാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്ത പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്, ഇന്ത്യക്ക് പുറത്തേക്ക് പോകുന്നില്ല. പക്ഷെ എന്നാലും നമ്മളുടെ പുസ്തകത്തിന് പുതിയ വായനക്കാരും പുതിയ സാധ്യതകളും പുതിയ വാതിലുകൾ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെ 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 പ്രോത്സാഹനം തരുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നു. ഷീല പറഞ്ഞതുപോലെ ഷീല 2 പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് അത്രയധികം വായനക്കാരും ഒക്കെ ഉള്ള ആരാധകരും, കേരളത്തിന് പുറത്ത് ധാരാളം ആരാധകരുള്ള ഒരു എഴുത്തുകാരിയാണ് ഷീല ടോമി. അപ്പം എൻ്റെ കാര്യത്തിൽ എനിക്ക് അത്രയും അവകാശവാദം പറയാൻ പറ്റില്ല. പക്ഷേ ധാരാളം വായനക്കാർ പലപ്പോഴും ഇൻബോക്സിലും ഇൻസ്റ്റയിലും ഒക്കെ വന്നിട്ട് ഈ പുസ്തകത്തെക്കുറിച്ചും അത് അവരെ സ്വാധീനിച്ചതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ചിലപ്പോൾ നമ്മൾ മലയാളത്തിൽ നമുക്ക് കിട്ടാത്തത് അല്ലെങ്കിൽ മലയാളത്തിലെ വായനക്കാർ ശ്രദ്ധിക്കാതെ പോയത് പലപ്പോഴും പുറത്തുനിന്നാണ് അല്ലെങ്കിൽ പുറത്തുള്ള വായനക്കാരാണ് കാണുന്നത് വായിക്കുന്നത് എന്നറിയുമ്പോൾ സന്തോഷമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് കൂടുതൽ ഉത്തരവാദിത്വം കൂടിയാണ്. നമ്മളെ വിശ്വസിച്ച് നമ്മളുടെ പുസ്തകത്തെയും നമ്മളുടെ എഴുത്തിനെയും വിശ്വസിച്ചിട്ടാണ് ട്രാൻസ്ലേഷൻ നടക്കുന്നത്. അപ്പോൾ ആ പുസ്തകം കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നു, കൂടുതൽ പേര് വായിക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ രാവിലെ ഞങ്ങൾ മുകുന്ദേട്ടനുമായിട്ട് സംസാരിക്കുമ്പോൾ പറഞ്ഞതാണ്, ഒരു പ്രാദേശിക എഴുത്തുകാരി ഒരു നാഷണൽ എഴുത്തുകാരിയോ എഴുത്തുകാരനോ ആയിട്ട് വളരുകയാണ് ചെയ്യുന്നത്. ചിലപ്പോൾ അത് ഇൻ്റർനാഷണൽ അതിലേക്കും പോവാം. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് ട്രാൻസ്ലേഷൻ്റെ ഏറ്റവും വലിയൊരു ഗുണമായിട്ട് ഞാൻ കാണുന്നു. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും ഞങ്ങളെപ്പോലെയുള്ള എഴുത്തുകാരികളെ കൂടുതലായിട്ടും അത് സഹായിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ വായനക്കാർ പുറത്തുള്ളവർ നമ്മളെ വായിക്കുന്നു, നമ്മളെ അംഗീകരിക്കുന്നു, നമ്മൾ ആവിഷ്കരിക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആവിഷ്കരിച്ചത് അത് അവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നു എന്ന് ആലോചിക്കുമ്പോൾ വളരെ സന്തോഷം തോന്നാറുണ്ട്. അപ്പോൾ അത് ട്രാൻസ്ലേഷൻ ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്നും നടക്കില്ല. അപ്പോൾ ഒരു നല്ല വിവർത്തകൻ നമ്മളുടെ പുസ്തകം കണ്ടെടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കും തോന്നുന്നത്, നമ്മളെപ്പോഴും ഉൽപ്പത്തി പുസ്തകത്തിലെ അത് പറയാറുണ്ട്, പണ്ട് ലോകത്ത് എല്ലാവർക്കും ഒരേ ഭാഷയായിരുന്നു. അപ്പോൾ ഒരേ ഭാഷയുള്ള ആളുകൾക്ക് അസാധ്യമായിട്ട്, ഒരേ ഭാഷയുള്ള മനുഷ്യർക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല എന്ന് ദൈവത്തിന് ഭയം തോന്നിയിട്ടാണ് ഭാഷ ചിത്രിച്ച് കളഞ്ഞതെന്നുള്ളൊരു കഥയുണ്ടല്ലോ, ബാബേൽ ഗോപുരം നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ ശരിക്കും ട്രാൻസ്ലേഷനാണ് ചിതറിപ്പോയ മനുഷ്യരെ ഒന്നിപ്പിക്കുന്നത്. ചിതറിപ്പോയ മനുഷ്യരെ മാത്രമല്ല, അവരുടെ ചിന്തകളെ, അവരുടെ വികാരങ്ങളെ അവർ വിനിമയം ചെയ്യുന്ന, അല്ലെങ്കിൽ ലോകത്തെല്ലായിടത്തും എല്ലാ മനുഷ്യരിലും സമാനമായിട്ടുള്ള ചില വികാരങ്ങളും ചില ആശയങ്ങളും ചില ചിന്തകളും ഉണ്ട് എന്ന് നമ്മളെ അനുനിമിഷം ഓർമ്മിപ്പിക്കുന്നത് ട്രാൻസ്ലേഷനാണ്. അപ്പം ഞാൻ വിചാരിക്കും, നമ്മുടെ കുട്ടിക്കാലത്ത് മലയാളത്തിലേക്ക് വന്ന ട്രാൻസ്ലേഷൻസാണ് കൂടുതൽ വായിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ബംഗാളി ട്രാൻസ്ലേഷനൊക്കെ വായിച്ച് അത്രയും എനിക്ക് തോന്നുന്നു നമ്മളുടെയൊക്കെ ഒരു തലമുറയിൽ അത്രയും നമ്മൾ ആസ്വദിച്ചിട്ടുള്ള ഒരു ലോകമാണ് ബംഗാളി നോവലുകളുടെ ട്രാൻസ്ലേഷൻ, അതേപോലെ ഹിന്ദി നോവലുകൾ. അപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത് ഇങ്ങോട്ടാണ് ട്രാൻസ്ലേഷൻ വരിക,
ഒരിക്കലും നമ്മളുടെ പുസ്തകങ്ങൾ അങ്ങോട്ട് പോവില്ല എന്നാണ് വിചാരിച്ചത്. പിന്നെ ട്രാൻസ്ലേഷൻ പഠിക്കുമ്പോഴൊക്കെയാണ് മലയാളത്തിൽ നിന്നും ഒരുപാട് പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലായത്. പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ആർ.ഇ. ആഷറുടെ ബഷീർ ട്രാൻസ്ലേഷൻ അതുമായിട്ട് ബന്ധപ്പെട്ട് ആ ലേഖനം പഠിക്കാനുണ്ടായിരുന്നു. അപ്പോഴൊക്കെയാണ് ട്രാൻസ്ലേഷൻ ഇത്രയും ബുദ്ധിമുട്ടുള്ളതാണ്, എങ്ങനെയാണ് ഒരു ഭാഷ സംസ്കാരം എങ്ങനെയാണ് വേറൊരു ഭാഷയിലേക്ക് വളരെ അന്യമായിട്ടുള്ള വേറൊരു സംസ്കാരത്തിലേക്ക് പറിച്ചു നടുന്നത്. അത് ഭയങ്കര കൗതുകം തോന്നിയിട്ടുണ്ട്. അപ്പോൾ ട്രാൻസ്ലേഷൻ ഒരു ഏറ്റവും സർഗാത്മകമായിട്ടുള്ളൊരു പ്രവർത്തനമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ട്രാൻസ്ലേഷൻ നമ്മളെ കൂടുതൽ വിസിബിൾ ആക്കുന്നു. അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. സുധീർ സാറിനോടാണ്. നമ്മളിപ്പോൾ മറ്റൊരു ലിപിയിൽ എഴുതിയ പുസ്തകങ്ങളാണ് വിവർത്തനങ്ങൾ എന്ന് പറയാറുണ്ട്. അപ്പോൾ വിവർത്തനം വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ആവശ്യപ്പെടുന്ന ഒരു വായനാ സമൂഹം ഒരു പരുവപ്പെട്ട് വന്നിട്ടുണ്ട്, വലിയൊരു സമൂഹം. അത് ഈ സാഹിത്യത്തെ പൊതുവെ എഴുത്തിനെ നിരീക്ഷിക്കുമ്പോൾ അത് എഴുത്തിൽ, പ്രത്യേകിച്ചും മലയാളികളുടെ എഴുത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാക്കിയതായിട്ട് തോന്നിയിട്ടുണ്ടോ? നമസ്കാരം. തീർച്ചയായിട്ടും ലിസ പറഞ്ഞ ഒരു കാര്യം പറഞ്ഞുകൊണ്ട്, ദൈവം നടത്തിയ അനീതിക്കെതിരായ പോരാട്ടമാണ് വിവർത്തനം എന്ന് പറയാറുണ്ട്. ലോകത്തെ മറ്റ് ജീവികൾക്കെല്ലാം ഏതെങ്കിലും വ്യത്യസ്തമായ ഭാഷയുണ്ടോ എന്ന് ശാസ്ത്രം കണ്ടെത്തിയിട്ടില്ല. പക്ഷെ മനുഷ്യന് ഓരോ പ്രാദേശികമായ സാംസ്കാരികമായ വ്യത്യസ്ത തലങ്ങളിൽ വ്യത്യസ്ത ഭാഷ സംസ്കാരിക്കുകയും അവർ തമ്മിൽ ഒരുമിക്കാതിരിക്കട്ടെ എന്ന് ദൈവം നിശ്ചയിച്ചുവെന്നും അതിനെ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മനുഷ്യൻ പരിഭാഷ കണ്ടെത്തിയെന്നും പറയേണ്ടത്. അതൊരു വലിയ സംവാദമാണ്. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ലോകം ഒന്നായത്, ലോകത്തിൽ മറ്റ് ഭാഷകളുണ്ടെന്നും മറ്റ് മനുഷ്യരുണ്ടെന്നും അവർ നമ്മളെപ്പോലെയാണെന്നും അവരുടെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളും ഒക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി മുന്നേറേണ്ടതുണ്ട്. മനുഷ്യവംശം എന്ന ഒരു കുലമുണ്ടാവണമെന്നും തിരിച്ചറിയുകയും അതിന് സാധ്യതയൊരുക്കുകയും ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട പ്രക്രിയയാണ് പരിഭാഷ. ആ പരിഭാഷ പല തലങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട്. ആ പരിഭാഷ നേരത്തെ ആദ്യം പറഞ്ഞതുപോലെ അത് ഒരു സാങ്കേതിക വിദ്യയിലൂടെ മറ്റൊരു മറുകര തേടുമോ എന്നുള്ളൊരു ചോദ്യം മുന്നിലുണ്ട്. എന്തു തന്നെ പറഞ്ഞാലും അടിസ്ഥാനപരമായ ഒരു വർഷത്തിനിടയിൽ പരിഭാഷ എന്ന് പറയുന്നത് ഇന്ന് നടക്കുന്നതിൻ്റെ പകുതിയിലധികം ടെക്നോളജി ഏറ്റെടുക്കുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് ഏതൊക്കെ രീതിയിലായിരിക്കും എന്നറിയില്ല. അതിൻ്റെ വശം അവിടെ കിടക്കുന്നു. ചോദിച്ച ചോദ്യം മലയാളിയുടെ വായനയിൽ പരിഭാഷ എഴുത്തുകാരൻ്റെ ആക്ച്വലി ഈ ചോദ്യമാണെന്ന് തോന്നുന്നു ഇവർ രണ്ടുപേരോടും കമ്പനി ചോദിച്ചത്. അവരതിലേക്ക് വന്നില്ല എന്നാണ് എൻ്റെ ഒരു പരാതി. കാരണം നിങ്ങൾ എഴുതിയ കൃതിയുടെ വായനക്കാരൻ സാങ്കേതികമായി നിങ്ങളുടെ ഭാഷയിലുള്ളവരാണെന്നുള്ള വിശ്വാസത്തിലാണ് എഴുതിയിട്ടുണ്ടാവുക. അതിനപ്പുറത്തേക്ക് കടക്കുമ്പോൾ നിങ്ങളുടെ വായനക്കാരൻ്റെ ലോകം വലുതാകുമ്പോൾ അതൊരു മറ്റൊരു സംസ്കാരത്തിൽ ജീവിച്ച മറ്റൊരു സാമൂഹ്യ ബന്ധങ്ങളുമായി പരിചയപ്പെട്ട മനുഷ്യരുടെ മറ്റൊരു തരം ഭാവനാതലം കണ്ട മനുഷ്യരിലേക്ക് എത്തുമ്പോൾ അത് നിങ്ങളുടെ പിന്നീടുള്ള എഴുത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നുള്ളൊരു ചോദ്യമുണ്ട്. എഴുത്തുകാരൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളിയാണത്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ മുകുന്ദേട്ടൻ്റെ വായന പുസ്തകം ഫ്രഞ്ചിലെ വായനക്കാർ വായിക്കുമ്പം അതെങ്ങനെയാണ് മുകുന്ദേട്ടനിൽ ഉണ്ടാക്കുന്ന ചലനം, മുകുന്ദൻ എന്ന എഴുത്തുകാരൻ പിന്നീട് പേന എടുക്കുമ്പോൾ അതെന്തെങ്കിലും മാറ്റം ഉണ്ടാക്കുന്നുള്ള വലിയ ചോദ്യമുണ്ട്. കാരണം ഫ്രഞ്ച് എന്ന് പറയുന്നത് വളരെ വിശാലമായ സാഹിത്യത്തിൻ്റെ വലിയ ഉന്നതമായ സംസ്കാരമുള്ളതാണ്. നോബൽ പ്രൈസൊക്കെ എത്രയോ നേടിയ എഴുത്തുകാരുണ്ട്. അത്തരം വായനക്കാരിലേക്കാണ് നിങ്ങളുടെ കൃതി എത്തുന്നത് അല്ലെങ്കിൽ എത്താനുള്ള സാധ്യത. അതുമായി നിങ്ങൾക്ക് എങ്ങനെ സംവദിക്കാൻ പറ്റും? ഞാൻ എഴുതിയ കൃതി സംവദിക്കുകയില്ലെങ്കിലും എൻ്റെ അടുത്ത കൃതിയുടെ വായനക്കാരൻ അവർ കൂടിയാണെന്നുള്ള തോന്നൽ നമ്മൾ ഏതുതരം വികാരമാണ് ഉണ്ടാക്കേണ്ടത്? നമ്മുടെ എഴുത്തിനെ അതെങ്ങനെ മാറ്റിയെടുക്കുമോ എന്നുള്ളൊരു വലിയ ചോദ്യമുണ്ട്. എഴുത്തുകാരെ സംബന്ധിച്ച് വളരെ പ്രധാനമാണ്. പക്ഷെ മൗലികരായ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ അത് പ്രധാനമാണെന്ന് ഞാൻ കരുതുന്നുമില്ല. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എഴുത്ത് എൻ്റെ മൗലികതയാണ്. ആ മൗലികത ആര് വായിക്കുന്നു എന്നുള്ളതല്ല എൻ്റെ പ്രതിസന്ധി. എനിക്ക് 6 വായനക്കാരുണ്ടായാലും 6 വായനക്കാരൻ മതി എന്ന് പറഞ്ഞ ബോർഹസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല തലങ്ങളുണ്ട് അതിന്. തീർച്ചയായിട്ടും എഴുത്തുകാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിലെങ്കിലും അവരുടെ പല രീതിയിലുള്ള വായന സമൂഹത്തിലേക്ക് പോകുന്നു എന്നുള്ളത് മാറ്റം ഉണ്ടാക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അങ്ങനെ ഉണ്ടാക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ നിരൂപണം ആ രീതിയിൽ മാറ്റം ഉണ്ടാക്കാം. വായനക്കാരൻ്റെ അഭിപ്രായങ്ങൾ ആ രീതിയിൽ അവനിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാനുള്ള ഒരു വലിയ ഒരു പണ്ടൊക്കെ പറയാറുണ്ട്, മുകുന്ദേട്ടൻ ചിലപ്പോൾ അറിയായിരിക്കും, എം കൃഷ്ണൻ നായർ സാഹിത്യവാരം എഴുതിയ കാലത്ത് പിന്നീടൊരു കഥ എഴുതുമ്പം എഴുത്തുകാരൻ അറിയാതെ അദ്ദേഹത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹത്തോട് വെറുപ്പുണ്ടെങ്കിലും അറിയാതെ ഒന്ന് ശ്രദ്ധിക്കും, ഇത് അദ്ദേഹം വായിക്കാനിടയുണ്ടല്ലോ, കഴിഞ്ഞ തവണ കണ്ട ചവറ്റുകുട്ടയിലേക്ക് പോണ്ട കൃതിയാണോ എന്ന ചോദ്യം അവനിൽ ഉണ്ടാക്കും. അവനത് അഡ്മിറ്റ് ചെയ്യുമോ എന്നുള്ളത് വേറെ കാര്യമാണ്. അത് എഴുത്തുകാരൻ്റെ സത്യസന്ധത ഇൻറ്റഗ്രിറ്റിയായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ ഒരു ചോദ്യം
പരിഭാഷയുടെ കാര്യത്തിൽ ഉണ്ടാവണം. മറുകര തേടുമ്പോൾ, വായനാ സമൂഹം മാറുമ്പോൾ എൻ്റെ കൃതി അവർക്ക് കൂടി വായിക്കാവുന്ന രീതിയിലുള്ള കരുത്തുള്ളതാണോ എന്ന അന്വേഷണം എഴുത്തുകാരൻ നടത്തേണ്ടതുണ്ട് എന്നും തന്നെയാണ്. മറ്റു ചില കാര്യങ്ങൾ പറയുമ്പം മലയാളം മറുകര തേടുന്നു, ഞാനതുകൂടി പറയാമെന്നല്ലേ. അതിൻ്റെ ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത്, ഇപ്പം മലയാളിയുടെ മുതലുള്ളതുകൊണ്ട് പറയാം, മുകുന്ദേട്ടനെ പോലുള്ള എഴുത്തിൽ സ്വാഭാവികമായിട്ടും 60കളിൽ മലയാളത്തിൽ സജീവമായ ബംഗാളി നോവലുകളുടെ വായന ബാധിച്ചിട്ടുണ്ടാവും. അറിഞ്ഞോ അറിയാതെയോ അതിൻ്റെ സ്വാധീനം മലയാളിയുടെ എഴുത്തിലും അവൻ്റെ സാഹിത്യാനുഭവങ്ങളിലും വലിയ മാറ്റം വരുത്തിയ ഒന്നാണ് 60കൾ to 90കൾ വരെ മലയാളത്തിൽ സജീവമായ ബംഗാളി സാഹിത്യം. ബംഗാളിലെ പല എഴുത്തുകാരും നമ്മൾ ഇന്ന് മാർക്കേസ് മലയാളി എഴുത്തുകാരനാണെന്ന് പറയുന്നത് പോലെ വിമൽ മിത്രയും താരാശങ്കറും ഒക്കെ ആശാപൂർണദേവിയൊക്കെ മലയാളി എഴുത്തുകാരാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള സജീവമായ സാന്നിധ്യം മലയാള സാഹിത്യത്തിലുണ്ടായിരുന്നു. ഒരു പക്ഷേ അക്കാലത്തെ മലയാളത്തെ എഴുത്തുകാരെ വായിച്ചതിനേക്കാൾ കൂടുതൽ മലയാളി ഇവരെയൊക്കെ വായിച്ചിട്ടുണ്ട്. 300-ലധികം മലയാള പരിഭാഷകൾ ബംഗാളി നോവലുകൾക്കുണ്ടായിട്ടുണ്ട്. കബനി പറഞ്ഞോട് 1890 ഇന്ദുലേഖ ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ ഭാഷയാണിത്. 1920 നാരായണ മേനോൻ്റെ പാവങ്ങൾ വന്ന ഭാഷയാണിത്. ഒരുപക്ഷെ ഒരു പരിഭാഷകനെ ഭാഷാപിതാവായി കരുതിയ ഏക സംസ്കാരം മലയാളി തുഞ്ചത്ത് എഴുത്തച്ഛൻ അടിസ്ഥാനപരമായി പരിഭാഷകനാണ്, മൗലിക രചയിതാവല്ല. അതിനെ പിതാവായി, ഭാഷയുടെ പിതാവായി അംഗീകരിച്ച പരിഭാഷാ സംസ്കാരം നമുക്കുണ്ട്. പക്ഷേ അതെങ്ങനെയാണ് നമ്മുടെ സാഹിത്യത്തിൽ വന്നത് നോക്കുമ്പോൾ വലിയ പ്രതിസന്ധികൾ. എനിക്കറിഞ്ഞുകൂടാ 300 കൃതികൾ മലയാളത്തിൽ നിന്നുള്ളത് ബംഗാളി ഭാഷയിലുണ്ടോ എന്ന്. അവിടെ ഒരു ചോദ്യമുണ്ട്. ബംഗാളി കൃതികൾ വരുന്നുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന മലയാളി ഉള്ളതുപോലെ മലയാള കൃതികൾ ബംഗാളി ഭാഷയിൽ ഇറങ്ങുന്നുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ബംഗാളി വായനാ സമൂഹമുണ്ടോ എന്ന വലിയ ചോദ്യമുണ്ട്. ആ ചോദ്യം ഉത്തരം കാണുമ്പോൾ മാത്രമേ നമ്മുടെ വിഷയത്തിൻ്റെ ഘനം വരത്തുള്ളൂ. അത് ഇംഗ്ലീഷിലും പ്രശ്നമുണ്ട്. ലോകത്തിലെ പരിഭാഷകളിൽ 50% വരുന്നത് ഇംഗ്ലീഷിലേക്കുള്ള പരിഭാഷകളാണ്, അല്ല ഇംഗ്ലീഷിൽ നിന്നുള്ള പരിഭാഷകളാണ്. മറിച്ച് 10-15% മാത്രമേ മറ്റു ഭാഷകളിൽ നിന്ന് വരുന്നുള്ളൂ. അവിടെ എവിടെയാണ് നമ്മുടെ സ്ഥാനം? അവിടെ ഏത് ഭാഷയിലുള്ള സാഹിത്യ കൊതുകികളാണ്? മലയാളത്തിൽ ഏതെങ്കിലും പുതിയ കൃതി വന്നിട്ടുണ്ടോ? അത് നമ്മുടെ ഭാഷയിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമ്മൾ ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം വരുമ്പോൾ ഭാഷകളിൽ അങ്ങനെ ഒരു കൃതി ഇറങ്ങി എന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ അന്വേഷിക്കും അതെന്നായിരിക്കും മലയാളത്തിൽ വരിക, ഇംഗ്ലീഷ് വരിക എന്ന അന്വേഷണമില്ലേ? ഈ അന്വേഷണം മറ്റു ഭാഷാ സംവിധാനങ്ങളിൽ, മറ്റു ഭാഷാ പ്രേമികളിൽ, മറ്റ് സാഹിത്യ അനുഭവങ്ങൾ തേടുന്നവരിലുണ്ടോ എന്ന ചോദ്യം ചോദിക്കുമ്പോഴാണ് മലയാള സാഹിത്യം എവിടെ എത്തി എന്നുള്ള ചോദ്യം, മറുകര തേടിയോ എന്നുള്ള ചോദ്യം വരുന്നത്. നേരത്തെ ലിസ പറഞ്ഞതുപോലെ ഇന്ന് വരുന്ന പരിഭാഷ എന്ന് പറയുന്നത് മുഴുവൻ ഇന്ത്യയിലെ എഴുത്തുകാരിൽ മാത്രമായിട്ട് നിൽക്കുകയാണ്. അതുപോലെ കബനി മറ്റു ഭാഷകളിൽ നിന്നുള്ള കൃതികൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്നാണ്. നമ്മുടെ കൃതികൾ എത്രമാത്രം തെലുങ്കിൽ വന്നിട്ടുണ്ട്, നമ്മുടെ കൃതികൾ എത്രമാത്രം തമിഴിൽ വന്നിട്ടുണ്ട്, മറ്റു ഭാഷകളിൽ ഇംഗ്ലീഷിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ മലയാളി മടിക്കുന്നതിൻ്റെ കാരണം എന്ത് എന്ന ചോദ്യമുണ്ട്. അത് എഴുത്തുകാരെ തീർച്ചയായിട്ടും അവരെ വിമർശന ബുദ്ധിയോടുകൂടി അവരെ എഴുത്തിനെക്കുറിച്ച് ചോദിക്കേണ്ട കാലമായിരിക്കുന്നു. അതുകൂടി ചോദിപ്പിക്കേണ്ട ഉത്തരവാദിത്തമാണ്. പരിഭാഷകന് മാത്രമാണോ ഉത്തരവ്? എനിക്ക് ഇവരോട് ചോദിക്കാനൊരു ചോദ്യമുണ്ട്. ഇപ്പം ചോദിക്കാമോ എന്നറിയില്ല. ഓക്കെ, ഷീലയുടെ പുസ്തകം ഇംഗ്ലീഷിൽ വരുന്നു. ഷീലയുടെ പുസ്തകം ഇംഗ്ലീഷിൽ വന്നാൽ ആ മലയാള പുസ്തകത്തോട് അത് എത്രമാത്രം നീതി പുലർത്തി എന്ന് ഷീല അന്വേഷിച്ചിട്ടുണ്ടോ? തിരിച്ച് ലിസയോടും അതേ ചോദ്യമുണ്ട്. ഈ ചോദ്യം വളരെ പ്രധാനമാണ്. MT വാസുദേവൻ എന്നോട് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഇംഗ്ലീഷ് കൃതികൾ നോക്കാറില്ല, കാരണം അത് നല്ലതോ ചീത്തയോ നോക്കാനുള്ള ഇംഗ്ലീഷ് പ്രാവീണ്യം എനിക്കില്ല. സത്യസന്ധമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഭാഷയുടെ ന്യൂൻസസ്, എഡിത്ത് ഗ്രോസ്മാൻ ആണെന്ന് പറഞ്ഞിട്ടുള്ളത് സ്പാനിഷ് അറിയില്ല എന്നതുകൊണ്ട് സ്പാനിഷിൽ എഴുതിയ മഹത്തായ കൃതി ലോകത്തിലെ മറ്റുള്ളവർ വായിക്കപ്പെടാതെ പോകരുത്, അതുകൊണ്ടാണ് ഞാൻ ഈ പണിയെടുക്കുന്നതെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, ഒരു ഉത്തരമാണത്. അങ്ങനെ ഇംഗ്ലീഷിലേക്ക് വന്ന കൃതികൾ നമ്മുടെ കൃതികളുമായിട്ട് ഏത് തരത്തിലാണ് വ്യത്യാസം വരുന്നത്, അവിടെ എന്താണ് നഷ്ടമാവുന്നത് എന്നൊരു ചോദ്യമുണ്ട്. അത് എഴുത്തുകാരൻ തന്നെ അഡ്രസ്സ് ചെയ്യേണ്ട ഒരു വിഷയമാണ്. എനിക്ക് തോന്നുന്നു അത് പറഞ്ഞിട്ട് അടുത്തതിൽ ഞാൻ വരാം. അത് പറയട്ടെ. റൂമിയുടെ ഒരു സൂക്തമുണ്ട്, അമ്മയെക്കുറിച്ചുള്ളതാ. എൻ്റെ ഹൃദയത്തിനുള്ളിൽ ഒരു ഹൃദയമുണ്ട്, അതിൻ്റെ ഉള്ളിൽ മറ്റൊരു ഹൃദയമുണ്ട്, അവിടെയാണ് എൻ്റെ അമ്മയുടെ സ്ഥാനം എന്ന്. അപ്പം ഒരു പുസ്തകത്തിനെ കുറിച്ച് പറയുമ്പോഴും എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഇപ്പം എത്രമാത്രം ആ പുസ്തകം ട്രാൻസ്ലേഷനിൽ എത്രമാത്രം നീതി പുലർത്തി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സുധീർ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന്. അപ്പം വല്ലി എന്നൊരു നോവല്, അപ്പം എനിക്ക് തോന്നുന്നു ചിലപ്പം കബനി ചോദിക്കാനെന്ന ചോദ്യമായിരിക്കും. ഈ പുസ്തകം ഒരിക്കലും എനിക്ക് മെസ്സഞ്ചറിലൊരു സന്ദേശം വരുവാണ്, ഞാൻ ഈ പുസ്തകം വായിച്ചു, എനിക്കിഷ്ടമായി, അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ വേഗം
ആ ഐഡിയയിൽ പോയി നോക്കി, ജയശ്രീ കളത്തിൽ. ആ പേര് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നോക്കുമ്പം എൻ പ്രഭാകരൻ മാഷിൻ്റെ മലയാളി ഭ്രാന്തൻ്റെ പുസ്തകം വിവർത്തനം ചെയ്ത് ക്രോസ്വേഡ് അവാർഡ് നേടിയിട്ടുള്ള വിവർത്തകയാണ് ചോദിക്കുന്നത്. ശരിക്കും എനിക്ക് എന്നെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്തൊരു അവസ്ഥയുണ്ടായി. കാരണം അത്രയും ഗംഭീരമായ ഒരു പരിഭാഷകയാണ് എന്നോട് ഈ ചോദ്യം ചോദിക്കുന്നത്. രണ്ടാമതൊന്നും ചിന്തിക്കാതെ എനിക്ക് ഒരുപാട് സന്തോഷമേ ഉള്ളൂ എന്നുള്ള മറുപടി ഞാൻ കൊടുക്കുന്നു. ഒരു പുസ്തകം എന്ന് പറയുമ്പോൾ, ഇപ്പോൾ എക്സാമ്പിൾ വല്യ ഞാൻ പറയാം, ആ പുസ്തകത്തിൻ്റെ ഉള്ളിലെ ഹൃദയം, ആ ഹൃദയത്തിനുള്ളിലെ ഹൃദയം, ഇപ്പോൾ വല്ലിക്കൊരു പരിസരമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്, അതിൽ കാടുണ്ട്, പ്രകൃതിയുണ്ട്, വയനാട് എന്ന് പറയുന്ന ദേശമുണ്ട്, ദേശത്തിൻ്റെ ചരിത്രമുണ്ട്. പിന്നെ അതിൻ്റെ ഉള്ളിലെ ഹൃദയം, അവിടുത്തെ മനുഷ്യരുണ്ട്, സാധാരണക്കാരായ മനുഷ്യരുണ്ട്, അവരുടെ പോരാട്ടങ്ങളുണ്ട്, സ്വപ്നങ്ങളുണ്ട്, അവരുടെ പ്രതീക്ഷകളുണ്ട്. അതിൻ്റെയും ഉള്ളിലുള്ള ഹൃദയം, അവിടെയാണ് ആ പുസ്തകത്തിൻ്റെ സത്ത ഇരിക്കുന്നത്. ആ പ്രകൃതിയും മനുഷ്യനും തമ്മിൽ ഒന്നാകുന്ന ചില ഇടങ്ങളും, അല്ലെങ്കിൽ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പോരാട്ടത്തിനിടയിലെ വെല്ലുവിളികളും അതിലെ അതിജീവനവുമാണ് അതിൻ്റെ സത്ത എന്ന് പറയുന്നത്. ഈ ജയശ്രീ എന്ന വിവർത്തകയെ സംബന്ധിച്ചിടത്തോളം ഞാൻ എത്രമാത്രം ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ രക്തത്തിൻ്റെ ഭാഗമായ, അല്ലെങ്കിൽ രക്തവും മാംസവുമായ വയനാട് എന്ന് പറയുന്ന ദേശത്തെ, അവിടുത്തെ മനുഷ്യരെ ഉൾക്കൊണ്ടോ അതേ തീവ്രതയോടെ ആ ദേശത്തെ ഉൾക്കൊണ്ട ഒരു എഴുത്തുകാരിയാണ്, വിവർത്തകയാണ് ജയശ്രീ. ഞാൻ സഞ്ചരിച്ച കാടുകളിലൂടെയൊക്കെ തൻ്റെ കൂട്ടുകാരിയോടൊപ്പം, ഇന്ന് അകാലത്തിൽ മരണമടഞ്ഞു പോയ ജയശ്രീയുടെ കവയിത്രിയായ കൂട്ടുകാരിയോടൊപ്പം ജയശ്രീ സഞ്ചരിച്ച കാടുകൾ തന്നെയാണ് എൻ്റെ വലിയിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന കാടുകളും. ഞാൻ പറഞ്ഞിരിക്കുന്ന മനുഷ്യർ ജയശ്രീക്ക് വളരെ പരിചിതരാണ്. ഞാൻ റെഫർ ചെയ്തിട്ടുള്ള പുസ്തകങ്ങളെല്ലാം വായിച്ചിട്ട് ആ വഴിയെല്ലാം സഞ്ചരിച്ചതിന് ശേഷം ഞാൻ ആ പുസ്തകത്തിൽ പണിയ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പണിയരുടെ പാട്ടുകൾ, അവരുടെ എന്താ പറയുക, ആചാരങ്ങൾ, അവരുടേതാ മാത്രമായ സംസ്കാരത്തിലെ ചില പ്രത്യേകതകളും അവരുടേത് മാത്രമായ ചില വാക്കുകൾ, ലിപിയില്ലാത്ത ഭാഷയാണ് പണിയ ഭാഷ എന്ന് പറയുന്നത്. ഈ സംഗതികളെല്ലാം അതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ സത്തയായി വരുന്ന ചില കാര്യങ്ങളാണ്. ലിപിയില്ലാത്ത ഭാഷയ്ക്കായി എന്ന പുസ്തകത്തിൻ്റെ ടൈറ്റിലിൽ പറയുന്നുണ്ട്. ആ പണിയ ഭാഷയെ പോലും ഉൾക്കൊണ്ടുകൊണ്ട് ആ പണിയ ഭാഷയുടെ സത്ത അതിൽ നിന്നും ചോർന്നു പോകരുത് എന്നുള്ള ആശയത്തോടു കൂടി പണിയ ഭാഷ അതേ രൂപത്തിൽ അങ്ങോട്ട് വിവർത്തനം ചെയ്ത്, അതായത് നമ്മൾ മംഗ്ലീഷൊക്കെ എഴുതുന്നില്ലേ, അതുപോലെ എഴുതി വെച്ച് അതിൻ്റെ താളം നഷ്ടപ്പെടാതിരിക്കാൻ അതിനോട് ചേർന്ന ഇംഗ്ലീഷ് വിവർത്തനവും കൂടി ചേർത്ത് ഉപയോഗിച്ച വിവർത്തകയാണ് ജയശ്രീ കളത്തിൽ. എനിക്ക് അതിലൊരു ആദ്യം ഒരു 6 അധ്യായമാണ് എഴുതി അയച്ചു തന്നത്. അപ്പോൾ ആ 6 അധ്യായം ഞാൻ വായിച്ചു കഴിഞ്ഞപ്പോൾ അതിൽ 6ാമത്തെ അധ്യായം ഞാൻ 3ഓ 4ഓ പ്രാവശ്യം ഞാൻ വായിച്ചു. കാളി എന്ന് പറയുന്നൊരു അധ്യായമാണ്. അപ്പോൾ അത് വായിച്ചു കഴിഞ്ഞപ്പം ഞാൻ മലയാളത്തിൽ എഴുതിയിരുന്നത് ഫിക്ഷൻ അല്ലേ, കവിതയായിരുന്നോ എന്ന് എനിക്ക് ആ വിവർത്തനം വായിച്ചപ്പോഴാണ് എനിക്ക് സംശയം തോന്നിയത്. അപ്പം നമ്മൾ എഴുതിയതിനെ അതിശയിപ്പിക്കുന്ന രീതിയിൽ ആ വിവർത്തനത്തിലെ കവിത കൂടി ഉൾക്കൊള്ളിച്ചുകൊണ്ട് വിവർത്തനം ചെയ്യാൻ കെൽപ്പുള്ള ഒരു വിവർത്തകയാണ് ജയശ്രീ. അപ്പം വിവർത്തനത്തിൽ നഷ്ടമാകുന്നത് എന്തോ അതാണ് കവിത എന്നൊക്കെ ഒരു കാര്യം പറഞ്ഞ് കേൾക്കാറുണ്ട്. പക്ഷേ സത്യത്തിൽ കവിത പോലും കവിതയായി വിവർത്തനം ചെയ്യാൻ കഴിയുന്നവരാണ് യഥാർത്ഥ വിവർത്തകർ. വിവർത്തകർക്ക് 2 ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ മാത്രം പ്രാവീണ്യം ഉണ്ടായാൽ പോരാ. ഒരു കൃതി അഡ്രസ്സ് ചെയ്യുന്ന പരിസരം എന്താ, അതിൻ്റെ രാഷ്ട്രീയം എന്ത്, അതിൻ്റെ പശ്ചാത്തലം എന്ത്, അതിലെ മനുഷ്യരുടെ വികാരം എന്ത്. കാരണം വിവർത്തനം എന്ന് പറയുന്നത് പദാനുപത വിവർത്തനമല്ല, ഭാഷാന്തരം മാത്രമല്ല. ശരിക്കുള്ള വിവർത്തനം എന്ന് പറയുന്നത് അത് സംസ്കാരവും അതിൻ്റെ ചരിത്രവും പശ്ചാത്തലവും എല്ലാം അടങ്ങുന്ന, അതിൻ്റെ പ്രകൃതിയും എല്ലാം അതേ രീതിയിൽ വിവർത്തനം ചെയ്യപ്പെടുമ്പോഴാണ് ഒരു വിവർത്തനം ശരിക്കും അത് യഥാർത്ഥമായിട്ടുള്ളൊരു വിവർത്തനമായിട്ട് വരുന്നത്. ഞാൻ എൻ്റെ വിവർത്തന കൃതി ഇംഗ്ലീഷിൽ, ഇപ്പോൾ സുധീർ ചോദിച്ച ചോദ്യം ശ്രദ്ധിച്ചിരുന്നോ, അത് എത്രമാത്രം നീതി പുലർത്തി? തീർച്ചയായിട്ടും ഞാൻ ആത്മാർത്ഥമായി പറയുകയാണ്, എനിക്ക് ആ കൃതിയെപ്പറ്റി, വിവർത്തനത്തെപ്പറ്റി യാതൊരു രീതിയിലുള്ള പ്രതിഷേധമോ അല്ലെങ്കിൽ ഇത് ഉണ്ടായിരുന്നില്ല. വിവർത്തനം ചെയ്തിട്ട് കിട്ടിയിരുന്ന കൃതി അതൊരു പുതിയ കൃതി പോലെ, അല്ലെങ്കിൽ ആ രസത്തോടെ ആ ഇഷ്ടത്തോടെ വായിക്കാൻ എനിക്ക് കഴിയുന്ന പുതിയൊരു ഭാഷയിൽ എഴുതപ്പെട്ടതാണെങ്കിൽ അതുപോലെ തന്നെയായിരുന്നു 2ാമത്തെ ആ നദിയോട് പേര് ചോദിക്കരുത്. ആരും അത് വിവർത്തനം ചെയ്യാൻ വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കാരണം അതൊരു വളരെ സെൻസിറ്റീവായ പൊളിറ്റിക്സ് കൈകാര്യം ചെയ്യുന്നൊരു കൃതിയാണ്. പലസ്തീൻ ഇസ്രായേൽ പൊളിറ്റിക്സ്. അത് എഴുതിയതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. നിങ്ങൾക്ക് എഴുതാൻ വേറെ സബ്ജക്റ്റൊന്നും ഇല്ലായിരുന്നു, അതൊക്കെ സ്ത്രീകൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന വിഷയമല്ല എന്നൊക്കെ പറഞ്ഞ ആളുകളുണ്ട്. അപ്പം അത് വിവർത്തനം ചെയ്യാൻ ആരെങ്കിലും തയ്യാറാവുമോ എന്ന് ചിന്തിച്ചിരുന്ന സമയത്താണ് മിനിസ്തിയസ് എന്ന IAS കാരി ആ പുസ്തകം വായിച്ച്
അപ്പം നമ്മുടെ വിജയ് ജെയിംസിനെയും KR മീരയും ബെന്യാമിനെയൊക്കെ സോണിയ റഫീഖിനെയൊക്കെ വിവർത്തനം ചെയ്തിട്ടുള്ള വിവർത്തകയാണ് മിനിസ് TS. അവരുടെ വളരെ തിരക്കിട്ട IAS ജീവിതത്തിനിടയിലും അവർ വളരെ ചുരുങ്ങിയ സമയത്ത് കൊണ്ട് വിവർത്തനം ചെയ്ത് തന്നൊരു പുസ്തകമാണ്. അപ്പം ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 2023 ഒക്ടോബർ മാസത്തിലാണ് മിനിസ് ഈ പുസ്തകം കയ്യിലെടുക്കുന്നതും അപ്പോൾ TV സ്ക്രീനിൽ എന്താണ് ഗസയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്നതും. അപ്പം മിനിസ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ ഷീലയുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ഞാൻ സ്ക്രീനിൽ കാണുകയാണ്, ഈ നിമിഷം ഞാനത് വിവർത്തനം ചെയ്യാൻ ആരംഭിക്കുകയാണ് എന്ന് മിനിസി പറയുകയാണ്. അപ്പോൾ ആ വിവർത്തനവും ഞാൻ ആ പദാനുപദം ആ ഓരോ വാചകങ്ങൾ വഴിയും കടന്നു പോകുമ്പോൾ ആ പുസ്തകത്തിലെ കവിതകളുണ്ട്. സഹൽ എന്ന് പറയുന്ന ഒരു പലസ്തീനി കവിയുടെ കവിതകൾ അതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കവിതകൾ പോലും വളരെ സുന്ദരമായിട്ട് ഒരു എന്താ പറയുക, പലസ്തീനി കവി എഴുതിയതാണോ എന്ന് തോന്നും വിധത്തിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തെടുക്കാൻ മിനിസിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പലസ്തീൻ ഇസ്രായേൽ രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ അഗാധമായ ജ്ഞാനമുള്ള, അതുപോലെ തന്നെ മനുഷ്യപക്ഷത്ത് നിന്നുകൊണ്ട് ഒരു പ്രത്യേക പൊളിറ്റിക്കൽ പാർട്ടിക്കോ പ്രത്യേക കക്ഷി രാഷ്ട്രീയം എന്നതിനപ്പുറം ഏതെങ്കിലും ഒരു വർഗ രാഷ്ട്രീയത്തിനോ അപ്പുറത്ത് നിന്നുകൊണ്ട് മാനവികത എന്നൊരു രീതിയിൽ ചിന്തിക്കുന്ന ഒരു വിവർത്തകയാണ് മിനിസ് TS. അതുകൊണ്ട് തന്നെ അവർക്കത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. പക്ഷേ അവർ ഗവൺമെൻറ്റിൽ ഒരു ഹയർ പോസ്റ്റിൽ ഇരിക്കുന്ന IAS ആയതുകൊണ്ട് ചില വാക്കുകളൊക്കെ അവർ എന്നോട് പറഞ്ഞു. അതെനിക്ക് ഫോർ എക്സാമ്പിൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് എന്നതിന് ഞാൻ അധിനിവേശ സേന എന്നാണ് മലയാളത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഗവൺമെൻറ്റിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു റോളിൽ ഇപ്പം ഇരിക്കുന്ന ഒരു IAS അവർക്ക് ആ വാക്ക് അവിടെ ഇസ്രായേൽ ഒരു അംഗീകൃതമായിട്ടുള്ള രാജ്യമാണ്. അവരുടെ ഇസ്രായേലി സേന എന്ന് എഴുതാൻ കഴിയുള്ളൂ, ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് എന്ന് എഴുതാൻ പറ്റുള്ളൂ. വിവർത്തനത്തിൽ ഞാൻ മലയാളത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അധിനിവേശ സേന എന്ന വാക്ക് ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ചെറിയ ചില വാക്കുകളുടെയൊക്കെ വ്യത്യാസമല്ലാതെ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ പുസ്തകത്തോട് നീതി പുലർത്താൻ എൻ്റെ വിവർത്തകർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഷീല പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് ഒരു വിവർത്തകയുടെ കൗതുകം കൂടി കൊണ്ട് ചോദിക്കുകയാണ്. അപ്പം ഞാൻ വിവർത്തനം ചെയ്യുമ്പോൾ സാധ്യമാവുകയാണെങ്കിൽ ആ ഓതേഴ്സിനോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ഇപ്പോൾ സുധീർ സാറ് പറഞ്ഞു നമ്മുടെ മാർക്കേസ് മലയാളിയാണെന്ന് തോന്നണ തരത്തിലുള്ള വിവർത്തനങ്ങൾ വന്നിട്ടുണ്ടെന്ന്. മാർക്കേസ് അദ്ദേഹത്തിൻ്റെ 2 ട്രാൻസ്ലേറ്റേഴ്സുമായിട്ടുള്ള ഇൻട്രാക്ഷൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. റബാസയായിട്ടും എഡിയത് ഗ്രോസ്മാൻ ആയിട്ടുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഇപ്പം ഒരു വാക്കിൻ്റെ കാര്യം പറഞ്ഞു. അപ്പം നിങ്ങളിത് അതുപോലെ തന്നെ പെരുമാൾ മുരുകൻ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേറ്റേഴ്സ് ആയിട്ടുള്ളതൊക്കെ രേഖപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങളൊരു എത്രമാത്രം സ്വാതന്ത്ര്യം അനുവദിച്ചു എന്നെനിക്ക് മനസ്സിലായി അതിൽ. അപ്പോൾ അതിൽ ഈ വാക്കുകളുടെ തിരഞ്ഞെടുപ്പ് കാര്യങ്ങൾ, കാരണം കൾച്ചർ സ്പെസിഫിക് ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വാക്കുകളും പ്രയോഗങ്ങളും അതിൽ നിങ്ങളൊരു മൈന്യൂട്ട് ഇൻട്രാക്ഷൻ നടത്തിയിട്ടുണ്ടോ? ജിസയോട് കൂടിയുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറഞ്ഞു, ആ നദിയോട് പേര് ചോദിക്കരുത് എന്ന നോവലിലെ അധിനിവേശ സേന, അതുപോലെ ചില വാക്കുകൾ ഇംഗ്ലീഷ് പരിഭാഷയിലേക്ക് വന്നപ്പോൾ അത് വായിക്കുന്ന ഓഡിയൻസിന് അനുഗുണമായിട്ട് അവർ മാറ്റി എഴുതിയിട്ടുണ്ട്. കാരണം നമ്മുടെ കേരളത്തിലെ പോലെ പൊളിറ്റിക്കലി കറക്റ്റായിട്ടുള്ള ഒരു വായനാ സമൂഹമോ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ഒരു ആളുകളോ വായനക്കാരോ കേരളത്തിന് പുറത്ത് കിട്ടിയെന്ന് വരില്ല എന്നെനിക്ക് തോന്നുന്നു. അല്ലെങ്കിൽ ആ പ്രസാധകർക്ക് ആ പുസ്തകം നിഷേധിക്കാനുള്ള കാരണമായിട്ട് നമ്മുടെ നിലപാടുകൾ മാറരുത് എന്നുള്ളത് കൊണ്ട് കുറച്ച് മൈൽഡാക്കിയിട്ടുണ്ട്. ചില വാക്കുകളൊക്കെ അതിൽ മൈൽഡാക്കി എടുക്കേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ ആ പുസ്തകത്തിൻ്റെ സത്ത എന്ന് പറയുന്നത് മാനവികതയാണ്. അതിൽ ജൂതനായ ഒരു യുവാവ്, അതുപോലെ മലയാളിയായ ഒരു ക്രിസ്ത്യൻ യുവതി, പലസ്തീനിയായ ഒരു യുവാവിൻ്റെ പോരാട്ടത്തിനൊപ്പം നിൽക്കുക, അവനെ രക്ഷിക്കാനായിട്ട് അവൻ്റെ പിന്നാലെ നടക്കുന്ന ഇത് ഒരു സങ്കല്പമോ ഭാവനയൊന്നുമല്ല. ആ സമയത്ത് നമ്മൾ ഇപ്പം ഈ ഇസ്രായേൽ അധിനിവേശത്തിൻ്റെ കാലഘട്ടത്തിലുള്ള ന്യൂസുകൾ ശ്രദ്ധിച്ചാൽ പലപ്പോഴും നമുക്ക് മനസ്സിലാവും ഇതുപോലെയുള്ള ഇടപെടലുകൾ ജൂത സമൂഹത്തിൽ നിന്നും അതുപോലെ ലോകമെങ്ങുമുള്ള ആളുകളുടെ ഇടയിൽ നിന്നും വേദന അനുഭവിക്കുന്ന മനുഷ്യരെ സപ്പോർട്ട് ചെയ്യുക, അവരോടൊപ്പം നിൽക്കുക എന്നുള്ള നിലപാടെടുത്തുകൊണ്ടുന്ന ഒരുപാട് സമൂഹങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ ഉള്ളിലെ ആ കാമ്പ്, മാനവികത എന്ന കാമ്പ് നഷ്ടപ്പെടുത്താതെ ചെറിയ ചില മാറ്റങ്ങൾ മീൻസ് വാക്കുകളുടെ പ്രയോഗങ്ങളിൽ ചില വാക്കുകൾ ഞാൻ സ്വാതന്ത്ര്യം പരിഭാഷകയ്ക്ക് കൊടുത്തിട്ടുണ്ട്. ജയശ്രീയുടെ കാര്യത്തിലാണെങ്കിലും ജയശ്രീയുടെ ഞാൻ ആദ്യം ചോദിച്ച ചോദ്യം, ജയശ്രീ ഇതെങ്ങനെ പരിഭാഷപ്പെടുത്തും? അതിൻ്റെ ടൈറ്റിൽ തന്നെ വല്ലി
എന്നായിരുന്നു. അപ്പോൾ വല്ലി എന്ന വാക്ക് 3 അർത്ഥത്തിലാണ് അതിൽ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ 3 അർത്ഥങ്ങൾ ആ നോവലിന് അനുയോജ്യമാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ടൈറ്റിൽ കൊടുത്താൽ അത് മറ്റ് അതിന് ചേരുകയില്ല. അത് ഇംഗ്ലീഷ് പരിഭാഷയ്ക്കാണെങ്കിൽ അത് ചേരില്ല. അപ്പോൾ ജയശ്രീ പറഞ്ഞു അതിനൊക്കെ ഒരു ടെക്നിക്കുണ്ട്. അപ്പം അങ്ങനെ പിന്നെ പുസ്തകം വരുമ്പോൾ അവസാനമാണ് ടൈറ്റിൽ എന്നോട് പറയുന്നത്, പുസ്തകം വല്ലി എന്ന് തന്നെയാണ്, വല്ലി ഇനി മുതൽ ഒരു ഇംഗ്ലീഷ് വാക്കുകൂടെയാണ് എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ ജയശ്രീ പറയുമായിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പം ചില കാര്യങ്ങൾ, പക്ഷേ ഈ പണിയ ഭാഷയിലെ കാര്യങ്ങളിൽ ഇപ്പോൾ പിന്നീട് നേരത്തെ സുധീർ പറഞ്ഞൊരു കാര്യം, ഇതര ഭാഷകളിൽ, അതായത് പുറത്തുള്ള വായനക്കാർ, ഇപ്പോൾ UK യിലുള്ള വായനക്കാർ, അമേരിക്കയിലുള്ള വായനക്കാർ ഈ പുസ്തകത്തോട് എങ്ങനെ അവർക്ക് റിലേറ്റ് ചെയ്യാൻ കഴിയും നമ്മളുടെ ഈ സംഭവങ്ങളുമായിട്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ വിവർത്തകയ്ക്ക് ആദ്യം വേണ്ടത് 2 ഭാഷയിലുമുള്ള ഒരുപോലെയുള്ള പാണ്ഡിത്യമാണ്. അപ്പം മലയാളം നന്നായിട്ട് അറിയാത്ത ഒരു ഇംഗ്ലീഷ് വിവർത്തക വന്നാൽ ചിലപ്പോൾ എൻ്റെ പുസ്തകത്തിൻ്റെ സാരാംശം അവർക്ക് അതേ രീതിയിൽ എൻ്റെ പ്രയോഗങ്ങളും എൻ്റെ വാക്കുകളും അതേപടി എടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഈ വല്ലിയിലെ ചില പണിയ ഭാഷയിലെ ചില പ്രയോഗങ്ങൾ, ഇപ്പം നമ്മൾ മലയാളത്തിൽ നിന്ന് സെറ്റ് മുണ്ടൊക്കെ അതേപടി നമ്മൾ ഇല്ലേ ഇംഗ്ലീഷിലേക്ക് എടുക്കാറില്ലേ, അതുപോലെ പണിയരുടെ വാക്കുകൾ അതേപടി ഇംഗ്ലീഷിലേക്ക് അതിൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഇംഗ്ലീഷിലുള്ള പബ്ലിക്കേഷന് വേണ്ടി ശ്രമിച്ചപ്പോൾ പറഞ്ഞൊരു പരിമിതി, ഇംഗ്ലീഷിൽ ഹാപ്പർ കോളിൻസിൽ ഇന്ത്യയിലും സൗത്ത് ഏഷ്യയിലുമൊക്കെയാണ് അത് പോകുന്നത്, യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും ഈ പുസ്തകം പോകുന്നില്ല. എങ്ങനെയാണ് അവർ വായിക്കുന്നതെന്ന് ചോദിച്ചല്ലോ സുധീർ. പുറത്തുള്ളവരല്ല, ഇന്ത്യയിലെ മറ്റ് സമൂഹമാണ് ഞാൻ ഉദ്ദേശിച്ചത്. പുറത്തു പോകുന്നില്ലെന്ന് എനിക്കറിയാം. അതല്ല, ഒരു ചെറിയ കാര്യം ഞാനൊന്ന് ഇടപെട്ടേക്കാം. എന്താണെന്നറിയോ, ഈ ന്യൂവൻസസിലേക്കല്ല നമ്മൾ ഈ ന്യൂവൻസ് എനിക്ക് മനസ്സിലായി. ഇതിലുപരിയായിട്ട് ഞാൻ ഇവരോട് ചോദിച്ചു, ഈ പരിഭാഷയ്ക്കും മൗലിക ഗ്രന്ഥകർത്താവിനും തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ അപൂർവമായ സംഭവമാണ്. അത് നമുക്ക് മാത്രമേ സംഭവിക്കൂ, എല്ലായിടത്തും സംഭവിക്കില്ല. ലോകത്തൊരിടത്തും സാഹിത്യത്തിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല. നമുക്കൊരു സാധ്യതയുള്ളത് കൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവുന്ന സമൂഹമായതുകൊണ്ട് അടിസ്ഥാനപരമായിട്ട് അങ്ങനെ അല്ല. അപ്പോൾ അതിനകത്ത് പ്രതിസന്ധിയൊന്നുമില്ല എഴുത്തുകാരുമായിട്ട്. അതല്ല ഞാൻ ചോദിച്ചു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മലയാള സാഹിത്യം മറുകര തേടാത്തതിന്, അപ്പുറത്ത് പോകാത്തതിനുള്ള പ്രതിസന്ധികളിൽ ഒന്നായിട്ട് ഞാൻ മനസ്സിലാക്കിയത്, അല്ലെങ്കിൽ ഈ രംഗത്ത് പ്രവർത്തിക്കുന്നത് മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്, മലയാള സാഹിത്യത്തിൽ എഡിറ്റിംഗ് ഇല്ല എന്നുള്ളതാണ്. മലയാള സാഹിത്യത്തിൽ എഡിറ്റർ ഇല്ല, എഡിറ്റിംഗ് ഇല്ല. അഥവാ മൂന്നേട്ടൻ പറയുന്ന പോലെ എഡിറ്റർ ഉണ്ടായിരുന്ന ഒരു ഗ്രന്ഥകർത്താവേ ഉള്ളത് MT വാസുദേവൻ. കാരണം അയാളുടെ വലത് കൈ എഴുത്തുകാരനും ഇടത് കൈ എഡിറ്ററും ആയിരുന്നു എന്ന് മൂന്നേട്ടൻ പറയുന്നത്. അതുപോലെയാണ്, അങ്ങനെയുള്ള ഒരു പ്രതിസന്ധി ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്, നിങ്ങളുടെ കൃതികൾ നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതിനകത്ത് വന്ന മാറ്റങ്ങൾ, എഡിറ്റിങ്ങിലൂടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? പരിഭാഷയ്ക്കായിരിക്കുമല്ലോ ചിലപ്പോൾ എഡിറ്റിംഗ് ചെയ്യുന്നുണ്ടാവുക, ആ പബ്ലിഷറിൻ്റെ എഡിറ്റേഴ്സ് അതിനകത്ത് ഇടപെടാൻ സാധ്യത ഉണ്ടായിട്ടുണ്ട്. പല കൃതികൾ അങ്ങനെ ഉണ്ടായിട്ടില്ലെങ്കിൽ അതിൻ്റെതായ പ്രതിവിധികളുണ്ട്. ഈ എഡിറ്റിംഗ്, ഈ പരിഭാഷയിലൂടെ ഈ കൃതി, നിങ്ങളുടെ കൃതി ചെറിയ മാറ്റങ്ങളിലൂടെ എഡിറ്റിങ്ങിലൂടെ മറ്റൊരു ഭാഷയ്ക്ക്, മറ്റൊരു ഭാഷാ സമൂഹത്തിൻ്റെ വായനയ്ക്ക് യോജിച്ച രീതിയിൽ പരിഭാഷകയോ എഡിറ്ററോ മാറ്റം വരുത്തി വരുമ്പം നിങ്ങളിലേക്ക് അത് കിട്ടുന്നു. അത് നിങ്ങളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ ഒരുപക്ഷെ അടുത്ത കൃതിയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ഞാൻ ചോദിച്ചത്. അല്ലാതെ മറ്റ് ന്യൂവൻസസ് അല്ല. ഭാഷാപരമായ ന്യൂവൻസസ് ഒക്കെ പരിഭാഷകരുടെ പ്രതിസന്ധിയാണ്. വളരെ തമാശയുണ്ട്, രസകരം. ഒരിക്കൽ സേതു എന്നോട് ഒരു ഇതുപോലെ പരിഭാഷാ സമൂഹത്തിൽ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ ബംഗാളി പരിഭാഷ പാണ്ഡവപുരത്തിൻ്റെ വരുമ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി ആ പരിഭാഷകൻ നേരിട്ടത്, ജാരൻ എന്ന വാക്കിന് ബംഗാളിയിൽ വേറെ വാക്കില്ല. ഞാൻ പറഞ്ഞു, ജാരൻ എന്ന വാക്കുണ്ടാവില്ല, പക്ഷേ ബംഗാളികൾക്കിടയിൽ ജാരനില്ല എന്ന് പറയാൻ ഒക്കില്ലല്ലോ. അപ്പോൾ ഇതാണ് അതിനകത്തെ പ്രതിസന്ധി. പരിഭാഷകൻ കണ്ടെത്തേണ്ടത് ഇതാണ്. പിന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനനുസരിച്ച് പരിഭാഷ നടത്തുന്ന ഒരു പരിഭാഷകരുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പാണ്. അത് മിസ്ത്രി ചെയ്താലും ശരി, അങ്ങനെയാണ് ആ പരിഭാഷ നമ്മൾ അംഗീകരിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ അഭിപ്രായം വ്യക്തിപരമായിട്ട്. എനിക്ക് തോന്നുന്നു അത് ഞാൻ പറഞ്ഞ വിഷയത്തിലൊന്ന് സംസാരിച്ചാൽ അതെന്താണെന്ന് മനസ്സിലാവും. അത് ഒരു കാര്യം കൂടി പറയാം. ഇപ്പം നമ്മൾ മലയാള പുസ്തകം എഡിറ്റിംഗ് ഇല്ല എന്ന് പറഞ്ഞതിനോട് നമ്മൾ യോജിക്കുന്നു. കാരണം നല്ല എഡിറ്റേഴ്സിനെ കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം നമ്മുടെ പുസ്തകങ്ങളൊക്കെ നോബൽ സമ്മാനം കിട്ടിപ്പോയേനെ. അത് അഹങ്കാരത്തോടെ പറയുന്നതല്ല. മലയാള ഭാഷയെക്കുറിച്ച് നമ്മുടെയെന്ന് വെച്ചാൽ മലയാളി എഴുത്തുകാരുടെ, അല്ലെങ്കിൽ മലയാളത്തിൽ എഴുതുന്ന, ഇപ്പോൾ സുധീർ പറഞ്ഞനുസരിച്ച് മലയാളത്തിൽ എഴുതുന്ന എഴുത്തുകാരൊക്കെ, മുന്തേട്ടനടക്കം എന്താ പറയുക, എന്തുകൊണ്ട് പുറത്തേക്ക് വായിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരും. പക്ഷേ വേറെ ഇതിലൊരു പ്രശ്നം എനിക്കുള്ളത്, മലയാളി എന്തുകൊണ്ട് ബംഗാളി സാഹിത്യം വായിക്കുന്നു, എന്തുകൊണ്ട് തമിഴിൽ നിന്ന് വരുന്ന സാഹിത്യം വായിക്കുന്നു, തെലുങ്കിൽ നിന്ന് വരുന്ന സാഹിത്യം, മറ്റ് എന്താ പറയുക ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം വായിക്കുന്നു, അതെല്ലാം നമുക്ക് വിവർത്തനം ചെയ്ത് തരാൻ കെൽപ്പുള്ള വിവർത്തകർ നമുക്കുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ അത് വായിക്കുന്നുണ്ട്. പക്ഷേ പല പരിഭാഷകളും വളരെ മോശമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷേ
ഈ പുസ്തകങ്ങൾ വായനക്കാർ മലയാളത്തിലുള്ളിടത്തോളം വായനക്കാർ മറ്റ് ഭാഷകളിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കില്ല. അപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പോൾ ഈ അടുത്ത ഹൈദരാബാദിലൊരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് പങ്കെടുക്കാൻ പോയപ്പോൾ അവർ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ട്രോളിയിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന പോലെയാണ് മലയാളികൾ പുസ്തകങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. അത്രമാത്രം വായനക്കാർ മലയാളത്തിലുണ്ട്. നമുക്ക് ഈ മലയാളത്തിൽ എഴുതിയത് മാത്രമല്ല, നമ്മൾ ഇതര സംസ്കാരങ്ങളും ഇതര ഭാഷകളും എല്ലാം നമ്മുടേതായി സ്വീകരിക്കാനുള്ള കെൽപ്പുള്ള സാക്ഷരതയുള്ള വായനശീലമുള്ള ഒരു സമൂഹമുണ്ട്. അതുകൊണ്ടാണ് മലയാളത്തിലെല്ലാം വരുന്നത്. അല്ലാതെ നമ്മുടെ സാഹിത്യത്തിന്, മലയാള സാഹിത്യത്തിന് കാമ്പില്ലാത്തത് കൊണ്ടല്ല അത് പുറത്ത് വായിക്കപ്പെടാത്തത്. തീർച്ചയായും എഡിറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ സമ്മതിക്കുന്നു. നല്ല എഡിറ്റേഴ്സ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും കൂടുതൽ നല്ല പുസ്തകങ്ങൾ കൊണ്ടുവരും. 2-3 ചോദ്യങ്ങളുണ്ട് പറയാൻ. ആദ്യം ചോദിച്ചു, നമ്മളെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്തം ഏതെങ്കിലും തരത്തിൽ എഴുത്തിൽ സ്വാധീനിക്കുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ മുദ്രിത എഴുതുമ്പോൾ എനിക്ക് അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്നുള്ള യാതൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞാനിപ്പോൾ ഒരു പുതിയ നോവൽ എഴുതുമ്പോൾ, അപ്പോൾ അതിൽ വിമോചന സമരത്തെക്കുറിച്ച് ഒരു സാധനം എഴുതുമ്പോൾ അതിലൊരു കുറ്റിച്ചൂൽ സമരം, സ്ത്രീകൾ നടത്തിയ ഒരു സമരത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അത് ഒരു പ്രത്യേക സ്ഥലത്ത്, കോട്ടയത്ത് മാത്രം നടന്ന കുറച്ച് സ്ത്രീകൾ നടത്തിയ ഒരു സമരമാണ്. അപ്പോൾ പക്ഷെ അത് എഴുതുമ്പോൾ അത് എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്കും മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവർക്കും അത് മനസ്സിലാവും. ഇതൊരു പ്രാദേശികമായിട്ടുള്ളൊരു സമരമാണ്, പക്ഷെ അത് സ്ത്രീകളുടെ ഒരു മൂവ്മെൻ്റാണ്. സമാനമായിട്ടുള്ള ഒരുപാട് മുന്നേറ്റങ്ങൾ സ്ത്രീകൾ നടത്തിയിട്ടുണ്ട് പല ദേശങ്ങളിലും. അപ്പോൾ ആ സമരം അത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും അവർക്കും അത് മനസ്സിലാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആത്മവിശ്വാസം, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടും എന്നുള്ള ഇതുകൊണ്ടൊന്നുമല്ല, പക്ഷെ അങ്ങനെ ചെയ്യപ്പെട്ടാൽ അത് മനസ്സിലാവായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊരു സന്തോഷം തരാറുണ്ട്. എല്ലാവർക്കും കൂടി വേണ്ടിയാണ് എഴുതുന്നത്, മലയാളത്തിലുള്ളവർക്ക് വേണ്ടി മാത്രമല്ല, അല്ലെങ്കിൽ ഒരു പ്രത്യേക ഒരു പ്രാദേശിക ഇതിനു വേണ്ടി മാത്രമല്ല നമ്മൾ എഴുതുന്നത് എന്നൊരു ആത്മവിശ്വാസം ട്രാൻസ്ലേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു നമ്മളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കി മാറ്റുന്നുമുണ്ട്. ഇപ്പോൾ ഒരു ഗ്ലോബൽ പൊളിറ്റിക്സ് എന്നൊക്കെ പറയുന്നത് ആഗോളമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എഴുതിയാൽ മാത്രമല്ല അത് വരുന്നത്. ഇപ്പോൾ വല്ലിയിൽ ആഗോള പ്രശ്നങ്ങൾ, പരിസ്ഥിതി രാഷ്ട്രീയം വളരെ കൃത്യമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു നോവലാണ്. അത്രയും ശക്തമായൊരു പൊളിറ്റിക്സ് ഉള്ള ഒരു പുസ്തകമാണ്. പക്ഷെ ആ പുസ്തകം വയനാടിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് എഴുതിയിട്ടുള്ളത്. പക്ഷെ അത് ലോകത്ത് എവിടെയും അത് വായിക്കാം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു സാധ്യത എനിക്ക് ട്രാൻസ്ലേഷൻ കൊണ്ട്, അല്ലെങ്കിൽ അത് നമ്മളെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുന്നുണ്ട്. മാത്രമല്ല ഇത് മറ്റുള്ളവരും വായിച്ചേക്കും എന്നുള്ള ഒരു സന്തോഷവും അറിയാതെ തന്നെ എഴുത്തിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് പിന്നെ ചോദിച്ചത് ട്രാൻസ്ലേഷൻ ചെയ്യുമ്പോൾ അതിലെ ട്രാൻസ്ലേറ്ററുമായിട്ടുള്ള ഇടപെടലുകളെക്കുറിച്ച് ചോദിച്ചു. അപ്പോൾ അതും ഞാൻ മുദ്രിത ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്കതിൻ്റെ PDF അയച്ചു തന്ന് അത് വായിച്ചു തീർത്ത രാത്രി തന്നെ ഞാനത് വായിച്ചു തീർത്ത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഞാൻ എനിക്ക് തോന്നിയത്, ഞാനത് ഇംഗ്ലീഷിലായിരുന്നു എഴുതിയിരുന്നതെങ്കിൽ അതെങ്ങനെ ആയിരിക്കും, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ തന്നെ ഞാൻ ജയശ്രീക്ക് മെസ്സേജ് അയച്ചു. അപ്പോൾ എനിക്കത് അങ്ങനെയാണ് തോന്നിയത്. എനിക്കപ്പോൾ ആ ഒരു തോന്നൽ, ആ ഒരു ലയം എഴുത്തുകാരിക്കും ട്രാൻസ്ലേറ്റർക്കും ഇടയിൽ അങ്ങനത്തെ ഒരു ലയം ഉണ്ടാവണം എന്നാണ് എനിക്ക് തോന്നിയത്. ഇപ്പോൾ ജയശ്രീ, ഇപ്പോൾ ഷീല പറഞ്ഞു, അതേപോലെ തന്നെ എനിക്ക് വലിയ പോലെ പ്രയാസമുള്ളൊരു നോവലല്ല മുദ്രിത ട്രാൻസ്ലേറ്റ് ചെയ്യാൻ. പക്ഷെ ഞങ്ങൾക്കുണ്ടായിരുന്ന ഏറ്റവും വലിയ പ്രയാസം, ഞാൻ അതിലൊരുപാട് സാഫോ കവിതകൾ, പുരാണങ്ങൾ, ബൈബിൾ അതൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഏറ്റവും ബുദ്ധിമുട്ടിയത് സാഫോയുടെ കവിതകൾ, അതിൻ്റെ ഒറിജിനൽ കണ്ടെത്താനാണ്. അപ്പം ഞാൻ എടുത്തത് മലയാളത്തിൽ കിട്ടിയ ഒരു പുസ്തകത്തിൽ നിന്നാണ്. ആ പുസ്തകം വളരെ വളരെ വിദൂരമായ, എന്നുവെച്ചാൽ സാഫോയുടെ ഒറിജിനലിൽ നിന്ന് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനൊക്കെ വളരെ വളരെ വിദൂരമായിട്ടുള്ള ഒരു മലയാള വിവർത്തനമായിരുന്നു, സ്വതന്ത്ര വിവർത്തനമാണ്. അപ്പോൾ അത് എനിക്ക് എൻ്റെ നോവലിൻ്റെ സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്ത് എടുക്കാൻ പറ്റുന്ന വരികളായിരുന്നു. പക്ഷേ ജയശ്രീ ഇത് എവിടെ നിന്നാണ് ഇത് എടുത്തത് എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഞാൻ വായിച്ച ആളുടെ നമ്പർ കൊടുത്തു. അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഇതൊരു സ്വതന്ത്ര വിവർത്തനമാണ്, അദ്ദേഹത്തിനും അറിയില്ല ഏതെന്നാണ് എടുത്തതെന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ജയശ്രീ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷിൽ സാഫോയുടെ അത്രയധികം വിവർത്തനങ്ങളുണ്ട്, അതിലേതെന്നാണ് ഇത് എന്ന് കണ്ടെത്താൻ വളരെയധികം ക്ലേശിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് മലയാളത്തിൽ ഇത് പ്രശ്നമല്ല, ഞാൻ അവസാനം ഒരു കടപ്പാട് മാത്രമാണ് കൊടുത്തത്. പക്ഷെ അവിടെ അത് കൃത്യമായിട്ട് വേണം. സാഫോയുടെ വരികൾ അത് ഒറിജിനൽ തന്നെ ആയിരിക്കണം, ഒറിജിനൽ മീൻസ് അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ തന്നെ ആയിരിക്കണം. അപ്പോൾ അതിനുവേണ്ടി ജയശ്രീ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് ഇങ്ങനെ മനസ്സിലായിട്ടുണ്ട്. പക്ഷെ ആ ബുദ്ധിമുട്ട് അവർ വളരെ സന്തോഷത്തോടെയാണ് ചെയ്തത് എന്നതാണ് എന്നെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ള
കാര്യം. അതേപോലെ ബൈബിളിൽ നിന്നുള്ള കൊട്ടേഷൻസും ഒക്കെ ഞാൻ എൻ്റെ കയ്യിലുള്ള ബൈബിളിൽ നിന്നാണ് എടുക്കുന്നത്. അത് ആര് ചെയ്തതാണ്, വിവർത്തനം ചെയ്തത്, അങ്ങനത്തെ കാര്യങ്ങളൊന്നും എനിക്ക് പ്രസക്തമല്ല. പക്ഷെ അവിടെ അങ്ങനെയല്ല, അവിടെ കൃത്യമായിട്ട് കാര്യങ്ങൾ വേണം. അപ്പോൾ എഡിറ്റിംഗ് ഇല്ലാത്തത് മലയാളത്തിൻ്റെ ഒരു കുഴപ്പം തന്നെയാണ് എനിക്ക് തോന്നിയത്. പണ്ടതുണ്ടായിരുന്നിരിക്കും, എപ്പോഴാണ് അത് ഇല്ലാതായതെന്ന് നമുക്ക് തന്നെ ഒരു പുസ്തകം എഴുതുമ്പോൾ തോന്നാറുണ്ട്, നല്ലൊരു എഡിറ്റർ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊക്കെ അത് എഡിറ്റ് ചെയ്ത് കുറച്ചും കൂടി വൃത്തിയാകുമായിരുന്നു. നമ്മളുടെ സൃഷ്ടിയിൽ നമ്മൾ കൈവയ്ക്കുമ്പോൾ ഒരുപാട് പരിമിതിയുണ്ട്. നമുക്ക് തോന്നും ഇതെങ്ങനെ കളയും, ഇത് വളരെ നന്നായിട്ട് നമ്മൾ വളരെ ആസ്വദിച്ച് എഴുതിയ ഒരു ഭാഗമാണ്, അതെങ്ങനെ മുറിച്ച് കളയും എന്നൊക്കെ സംശയം തോന്നും. അപ്പോൾ ഒരു എഡിറ്റർ ഉണ്ടെങ്കിൽ അയാൾക്കത് ഈ പ്രശ്നങ്ങളൊന്നുമില്ല, അയാൾക്ക് വളരെ നിഷ്ഠുരമായിട്ട് അത് വെട്ടിക്കളയാം. അപ്പോൾ അങ്ങനത്തെ ഒരു പരിമിതി ഇവിടെ ഉണ്ട്. പക്ഷേ ഇംഗ്ലീഷിൽ അവർ കോപ്പി എഡിറ്റർ വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ്. ഒരുപാട് തവണ ഞങ്ങൾക്ക് മുദ്രിത ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഈ നേരത്തെ പറഞ്ഞ പോലെ പുരാണങ്ങളും ഒക്കെ വന്നതുകൊണ്ട് പലപ്പോഴും ഇതെന്തുകൊണ്ട് ഇങ്ങനെ എന്ന് അവർ ചോദിക്കുകയും അതിന് നമ്മൾ മറുപടി കൊടുക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ജയശ്രീ എനിക്ക് തോന്നിയൊരു ചലഞ്ചിങ് ആയിട്ടൊരു വളരെ രസകരമായിട്ടും കുറച്ചൊരു വെല്ലുവിളി പോലെയാണ് വിവർത്തനം ചെയ്യുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ട്രാൻസ്ലേറ്റർ എന്നെ സംബന്ധിച്ച് എൻ്റെ ട്രാൻസ്ലേറ്റർ വിവർത്തക ജയശ്രീ കളത്തിൽ അത്രയും ഞങ്ങൾ സന്തോഷത്തോടെയാണ് എല്ലാ ഇൻട്രാക്ഷൻസും നടത്തിയിട്ടുള്ളത്. അപ്പം എനിക്ക് തോന്നിയത് എൻ്റെ പുസ്തകം അവരുടേതും കൂടിയാണ്, അല്ലെങ്കിൽ അവരുടേതാണ്, അവരൊരു ട്രാൻസ്ക്രിയേഷനാണ് നടത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് എൻ്റെ പുസ്തകം ഏറ്റവും സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കാൻ പറ്റുന്ന കൈകളാണ്, കാരണം അത് അവരുടേതും കൂടി പുസ്തകമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പുസ്തകം അവർക്കൊപ്പം നടക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുമ്പോൾ അവരതിൽ വർക്ക് ചെയ്യുമ്പോൾ എനിക്കത് വളരെ ആശ്വാസവും വിശ്വാസവുമാണ്. അപ്പോൾ അതാണ് എനിക്ക് ട്രാൻസ്ലേഷനെ കുറിച്ച് തോന്നിയിട്ടുള്ളത്. അങ്ങനത്തെ ട്രാൻസ്ലേറ്ററെ കിട്ടുക എന്നുള്ളതും ചിലപ്പോൾ ഒരു ഭാഗ്യമായിരിക്കും. പിന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു സ്ത്രീയാണ്. എനിക്ക് ഷീലയുടെ 2 പുസ്തകവും സ്ത്രീകളാണ് ചെയ്തത്. അപ്പോൾ ആനന്ദഭാരം എന്നുള്ള എൻ്റെ 2ാമത്തെ നോവൽ അതും അതിനൊരു ട്രാൻസ്ലേഷനുള്ള സാധ്യത ഉണ്ടോ എന്നൊക്കെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ജയശ്രീ അതും ഞാൻ ചെയ്യട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതെപ്പം ചെയ്യുമെന്നറിയില്ല. പക്ഷേ അപ്പോൾ എനിക്ക് തോന്നിയത് കുറച്ചുകൂടി എൻ്റെ വ്യക്തിപരമായിട്ട് എൻ്റെ ആഗ്രഹം എൻ്റെ പുസ്തകങ്ങൾ സ്ത്രീകൾ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നതാണ്. കാരണം അവർക്കാണ് അത് കുറച്ചും കൂടി മനസ്സിലാവുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട്. അതെ, നമുക്ക് വിവർത്തനത്തിൽ പണ്ടേ ഒരു ശക്തമായിട്ടുള്ള ഒരു പെൺനിര തന്നെ നമുക്കുണ്ട്. ഇപ്പോൾ ഗീതാ കൃഷ്ണൻകുട്ടി, അതുപോലെ തന്നെ പ്രേമ ജയകുമാറൊക്കെ തുടങ്ങി. ഇപ്പോൾ പിന്നെ ലീല സർക്കാർ. അതെ, നമുക്കൊരിക്കലും നമ്മൾ എന്താ പറയുക, ഇപ്പോഴും ഓർക്കേണ്ട ഒരു പേരാണ് ലീല സർക്കാർ. ഇപ്പോഴും 90s ആയിട്ടും അത് അവർ ട്രാൻസ്ലേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ദായസ് മിനിസ്തി, ജയദേവിക, ജയശ്രീ കളത്തിൽ, ഇങ്ങനെ പ്രിയ കെ നായർ, വി ഫാത്തിമ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഞാനത് ഇംഗ്ലീഷിലേക്കുള്ള ഇവരുടെ പേരാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അപ്പോൾ തന്നെ മുമ്പ് പറഞ്ഞു, പിന്നെ ജിസ പറഞ്ഞു, ഇതിൽ സ്ത്രീകൾ ചെയ്യുന്നത് കൊണ്ട് സ്ത്രീകൾ തിരഞ്ഞെടുക്കുന്നതും സ്ത്രീകളുടെ വർക്കുകളായിരിക്കും അധികം തിരഞ്ഞെടുക്കുന്നത്. അവരുടെ ഒരു രാഷ്ട്രീയം കൂടി അതിലുണ്ട്, അതിലൊരു ലിംഗരാഷ്ട്രീയം അടക്കം അതിലുണ്ട് എന്നുള്ളത് തന്നെയാണ്. നമുക്ക് ഇനി ഓഡിയൻസിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം കൊടുക്കാം. നമുക്ക് ഏതാണ്ട് സമയമായി. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഒന്ന് ചെയ്യാം. നമസ്കാരം, സുധീർ സാറിനോടാണ്. ഇതുമായിട്ട് പ്രത്യക്ഷ ബന്ധമില്ലാത്തതാണെങ്കിലും സാറേ, വിശ്വസാഹിത്യത്തിൽ നിന്ന് നമ്മൾ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ പലപ്പോഴും ഈ വളരെ പ്രശസ്ത കൃതികളും അതിൻ്റെ തർജ്ജമയുടെ ഇതുകൊണ്ട് അതിൻ്റെ ചാരിതാർത്ഥ്യം നഷ്ടപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് സരമാഗോയുടെ ബ്ലൈൻഡ്നെസ് എന്നുള്ളത്, അതിൻ്റെ നീണ്ട പാസേജുകളെല്ലാം വെട്ടി കുറുക്കി അതൊരു വികല സൃഷ്ടിയായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത്തരം ഒരു കൃതികളെ സമീപിക്കുമ്പോൾ നമ്മളത് ഉപയോഗിക്കേണ്ട തമ്പ്രോൾ എന്തായിരിക്കണം? ആശയാനുവാദമാണോ അതോ ഈ പറഞ്ഞ പോലെ പദാനുവാദ തർജ്ജമയുടെ രീതിയാണോ, എന്താണ്? അത് ഞാൻ നേരത്തെ പറഞ്ഞ ഉത്തരവായി ബന്ധപ്പെട്ട് ജാരൻ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ച് പറഞ്ഞില്ലേ, അടിസ്ഥാനപരമായി പരിഭാഷ എന്ന് പറയുന്ന 2 ഭാഷ അറിയുന്ന ആൾ ചെയ്യേണ്ട പണിയല്ലത്. അവർ 2 ഭാഷ അറിയണം എന്നുള്ളതിന് ഒരു കാരണമാണെന്നുള്ളൂ. അതിനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നേരത്തെ ഇവർ പറഞ്ഞൊരു കാര്യമുണ്ട്, മലയാള സാഹിത്യം വിദേശത്തെത്താതെ അല്ലെങ്കിൽ ലോക വായനയിലെത്താത്തതിൻ്റെ കാരണങ്ങളെന്ന് പറയുന്നത് പരിഭാഷകർ, അതൊന്നുമല്ല. ആഷർ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയിൽ ഭാഷാ വിഭാഗം കൈകാര്യം ചെയ്ത് മലയാളത്തിൽ ആധികാരികമായ പഠനം നടത്തി മലയാളം അത്രയും അറിയുന്ന ആളാണ്. അദ്ദേഹമാണ് തകഴിയെയും ബഷീറിനെയും ലോകത്തിൻ്റെ മുന്നിലെത്തിക്കാൻ ശ്രമിച്ചത്. പല യൂണിവേഴ്സിറ്റികളാണ് ന്യൂയോർക്കിൽ പബ്ലിഷ് ചെയ്തത്, പരാജയപ്പെട്ടു. ബഷീർ ലോകം വായിച്ചില്ല, ബഷീറിനെ ലോകം കണ്ടതുമില്ല. അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റുള്ളൂ. വിജയന് കൃത്യമായ ഇംഗ്ലീഷ് അറിയാം. അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഖസാക്കിന് ഇത് നമ്മൾ എത്രയോ വർഷമായിട്ട് കൊട്ടിഘോഷിച്ച് ആഘോഷിക്കുന്ന കൃതി ഇംഗ്ലീഷിലാക്കിയത്. ലോകം വായിച്ചില്ല.
അപ്പോൾ ലോകത്തിൻ്റെ വായനകളിലേക്ക് എത്തണമെങ്കിൽ പല ആവശ്യങ്ങളുണ്ട്. പ്രമേയം ഒരു പക്ഷേ സ്വീകാര്യമായിരിക്കാം. പ്രമേയം ലോകത്തിലെ എല്ലാ വായനക്കാർക്കും, എല്ലാ തലത്തിലുള്ളവർക്കും, സംസ്കാരത്തിലുള്ളവർക്കും സ്വീകാര്യമായിരിക്കാം. പ്രമേയത്തെ അല്ലല്ലോ അവർ ഉൾക്കൊള്ളാൻ ശ്രമിക്കുന്നത്. അതിനൊരു ഭാവന സൃഷ്ടിച്ച വലിയൊരു സൗന്ദര്യ ലോകമുണ്ട്. ആ സൗന്ദര്യ ലോകം മറ്റൊരു ഭാവനയിലെ അവർക്കും സ്വീകാര്യമാക്കത്തക്ക രീതിയിൽ സാധിക്കുമോ എന്നുള്ളതാണ് പ്രശ്നം. പരിഭാഷയുടെ ഇപ്പോഴത്തെ പ്രളയം എന്ന് പറയുന്നത്, പരിഭാഷ എന്ന് പറയുന്ന ആ പ്രക്രിയ തന്നെ ഇല്ലാതാക്കും. പക്ഷേ ഇപ്പം നിങ്ങൾ പറഞ്ഞ പരിഭാഷ ചെയ്യാൻ പോലും വേണ്ടെന്നേ, ആ രീതിയിലാണ് നമ്മുടെ പരിഭാഷ. അതിനോട് എനിക്ക് ഒരു പരാതിയില്ല. പരിഭാഷകൻ പരിമിതപ്പെട്ടവനാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൗലകൃതിയുടെ അതിൽ ചട്ടക്കൂടിനകത്ത് മാത്രം പ്രവർത്തിക്കാൻ നിർബന്ധിതനായ ആളാണ് പരിഭാഷകൻ. പക്ഷേ മൗലിക കർത്താവ് എന്ന് പറയുന്നത് അയാൾക്ക് സ്വാതന്ത്ര്യം അനന്തമാണ്, കടൽ പോലെയാണ്, അയാൾക്ക് എന്തും സൃഷ്ടിക്കാം. ഈ പ്രശ്നം മനസ്സിലാക്കി അതിനകത്ത് ഉള്ളത് മുഴുവൻ കൊണ്ടുവരാൻ, അതിൻ്റെ ആന്തരിക ശോഭയോടെ കൊണ്ടുവരാൻ കഴിയുമോ എന്നുള്ള ഒരു അന്വേഷണം നടത്താതെ പരിഭാഷ നടത്തിയത്. പരിഭാഷ പ്രസാധകന് വേണ്ടിയാവരുത്, പരിഭാഷക മറ്റൊരു തലത്തിലുള്ള വായനക്കാരന് വേണ്ടിയാണ്. അതുപോലെ പറഞ്ഞു ഭാഷ, ബംഗാളി സാഹിത്യം ഇവിടെ ഉണ്ട്, ഇവിടെ വായനക്കാരുണ്ട്. മലയാളത്തിൽ ഇത്രയധികം വായനാ സംസ്കാരമുള്ള ബംഗാളിയെ വായിച്ചിട്ട് അതിൻ്റെ അർത്ഥം ബംഗാളി സാഹിത്യത്തിന് പ്രത്യേകതയുണ്ടെന്നാ. അത് മലയാളിയുടെ ഗുണം കൊണ്ട് മാത്രമല്ല, ബംഗാളി സാഹിത്യത്തിൻ്റെ ഗുണം കൂടിയാണ്. ലാറ്റിൻ അമേരിക്കൻ സാഹിത്യം നമ്മൾ വായിക്കുന്നത് എന്തുകൊണ്ടാണ്? അത് ഉൾക്കൊള്ളാനുള്ള കരുത്ത് മലയാളിയിലെ ഭാവനാശാലിയായ വായനക്കാരനുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഇതൊക്കെ അതിനകത്ത് പ്രതിസന്ധിയുണ്ട്. അപ്പോൾ പരിഭാഷയുടെ പ്രതിസന്ധി അതാണ്. നമ്മൾ ഇന്ന് വിദേശത്തു നിന്ന് വരുന്ന, അല്ലെങ്കിൽ സ്പാനിഷിനും മറ്റതും ഇംഗ്ലീഷിലേക്ക് വന്ന് അത് ഇങ്ങോട്ട് വരുമ്പോഴുള്ളത് ശോഷണം വളരെ വളരെ കൂടുതലാണ്. വളരെ രസകരമായൊരു കഥ കൂടി ഞാൻ പറയാം. കുന്തേരയുടെ ഒരു പുസ്തകം ഒരിക്കൽ പരിഭാഷപ്പെടുത്തിയപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് അറിയാത്തൊരു സുഹൃത്തിന് അത് വാങ്ങിച്ച് ഞാൻ അയച്ചു കൊടുത്തു. ഞാൻ വായിച്ചിരുന്നില്ല. അവൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് എന്നെ വിളിച്ചു ചോദിച്ചു, ഇതാണോടോ താൻ പറയുന്ന കുന്തേര എന്ന്. പ്രതി ഞാനുമല്ല, കുന്തേരയല്ല, അത് പരിഭാഷപ്പെടുത്തിയ ആളാണ്. അങ്ങനെ മലയാളിയുടെ പരിഭാഷകൾ ലോക സാഹിത്യത്തെ വളരെ മോശമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പറയാം. ഹായ്, എൻ്റെ പേര് ദക്ഷിണ. എൻ്റെ ക്വസ്റ്റ്യൻ 3 പേരെടുത്തുമാണ്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ മുദ്രിതയും വല്ലിയും എല്ലാം മറ്റ് ഭാഷകളിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത്, ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഇത് ആ ഭാഷകൾ വായിക്കുന്ന വായനക്കാർ അത് എത്രത്തോളം സ്വീകരിച്ചു എന്നുള്ളത് അനലൈസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ? ക്വസ്റ്റ്യൻ സുധീർ സാറിൻ്റെ അടുത്താണ്. മറ്റു ഭാഷയിലുള്ളവർ എത്രത്തോളം സംശീകരിച്ചു എന്ന് പറയാൻ ഞാനാളല്ല. പക്ഷേ വിപണിയുടെ ഒരു രസതന്ത്രം നോക്കിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിലെ നിന്ന് ഇംഗ്ലീഷിലേക്ക് വന്ന പരിഭാഷപ്പെടുത്തിയ കൃതികളൊന്നും തന്നെ സ്വീകരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം ഞാൻ അത് തെറ്റാണ്. അല്ലല്ല, ഞാൻ പറയാം, ആ ശരികളിലേക്ക് വരാം, കണക്കുകൾ വെച്ച് പറയാം. നമ്മുടെ പുസ്തകത്തിൻ്റെ പരിഭാഷ എത്രമാത്രം വിറ്റഴിഞ്ഞിട്ടുണ്ടെന്നുള്ള കണക്കുകൾ നമുക്ക് പ്രസാധകർ തരുന്നുണ്ട്. ആദ്യം ഒരു കാലത്ത് ഈ സന്തോഷ് കുമാർ പറഞ്ഞിട്ടുണ്ട്, അന്ധകാരം വഴിയൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ട സമയത്ത് 500 പുസ്തകം പോകുന്നുണ്ടായിരുന്നില്ല ഇംഗ്ലീഷിൽ നിന്ന്. പക്ഷെ ഇപ്പം കമ്പനിക്കറിയാം. ഒരു ചോദ്യം തിരിച്ചു ചോദിക്കട്ടെ, 3.5 കോടി മലയാളിയുള്ള സ്ഥലത്ത് വല്ലി എത്ര വിറ്റു? അത് വല്ലി 10,000 കോപ്പി മാത്രമേ വിറ്റിട്ടുള്ളൂ. 135 കോടിയുള്ള ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന സ്ഥലത്ത് എത്ര ശതമാനം ഇംഗ്ലീഷ് സംസാരിക്കുന്നത് എനിക്കറിയില്ല. അവിടെ എത്ര എന്ന് പറയുന്ന ചോദ്യമുണ്ട്. അങ്ങനെ തൃപ്തിപ്പെടരുത് എന്നാണ് ഷീലയോട് എനിക്ക് പറയാനുള്ളത്. ഷീലയുടെ കൃതികൾ ഇനിയും വലുതാവണമെങ്കിൽ ആ തൃപ്തിയിലേക്ക് പോകരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും പബ്ലിഷിംഗ് ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട ഒരാളെന്നുള്ളത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, പല പബ്ലിഷേഴ്സും JCB പ്രൈസ് നിർത്തലാക്കി എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇനി എങ്ങനെയായിരിക്കും പരിഭാഷയുടെ താളമെന്ന് നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട്. പ്രസാധകര് ഇത്തരം സമ്മാനങ്ങളും ഇത്തരം ചില ആഘോഷങ്ങളുടെയും പുറകെ പോയതിൻ്റെ പിന്നാലെയാണ് പല പ്രസാധകരും, വ്യക്തിപരമായിട്ട് എനിക്കറിയാം, പല പ്രസാധകരുടെയും ടോപ്പ് ലെവൽ ആൾക്കാർ പരിഭാഷ എന്ന് പറയുന്ന അതിനെ താഴോട്ട് കൊണ്ടുവരണമെന്ന് ആഗ്രഹിക്കുന്ന ലെവലിലേക്ക് പരിഭാഷാ കൃതികളുടെ ശോഷണം സംഭവിച്ചിട്ടുണ്ട്. വിൽപ്പനയിലെ ശോഷണം ഞാൻ പറയുന്നത്, വായനക്കാരുടെ ഇടയിലുണ്ടായ ശോഷണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തന്നെ അത് കാണണം. അത് എന്തുകൊണ്ടെന്നുള്ള ചോദ്യം എഴുത്തുകാരും പ്രസാധകരും ഒക്കെ അന്വേഷിക്കേണ്ട കാര്യമാണ്. മോള് പറഞ്ഞ ചോദ്യത്തിനുള്ള ഉത്തരം അതാണ്. എനിക്ക് തോന്നുന്നു ഇതിനൊന്ന് പൂർത്തിയാക്കിക്കോട്ടെ. സുധീർ പറഞ്ഞത് സത്യമാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള വായനകൾ സംഭവിക്കുന്നില്ല. പ്രത്യേകിച്ചും മലയാളത്തിൽ തന്നെ സംഭവിക്കുന്നില്ല. മുന്തേട്ടനെ വായിക്കുമായിരിക്കും, അല്ലെങ്കിൽ ഒരു ഓളം ഉണ്ടാക്കുന്ന ഒരു മാസ് ഓഡിയൻസിന് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സബ്ജക്റ്റുകൾ വായിക്കപ്പെടുമായിരിക്കും. അല്ലെങ്കിൽ മുകുന്ദേട്ടനെ പോലെ ഉള്ള ലബ്ധപ്രതിഷ്ഠരായ എഴുത്തുകാരെ വായിക്കുമായിരിക്കും. പക്ഷെ ഞങ്ങളെപ്പോലെയുള്ള പുതിയ കടന്നു വരുന്ന എഴുത്തുകാരെ വായിക്കുന്ന സമൂഹം വളരെ പരിമിതമാണ്. അതിനുള്ളിൽ നിന്നൊരു 10,000 പേരെ കൊണ്ട് വായിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമായി തന്നെയാണ് കാണുന്നത്. പിന്നെ ഒരു കാര്യം സുധീറിനോട് എനിക്ക് പറയാനുള്ളത്, സുധീർ ഞങ്ങളെ ആരെയും വായിച്ചിട്ടില്ല, എന്നിട്ടാണ് പറയുന്നത് നിങ്ങളുടെ പുസ്തകം എത്ര പേര് വായിച്ചു എന്ന്. വായിച്ചത് കൊട്ടിഘോഷിക്കുക എന്ന് പറയുന്ന ഒരു സമൂഹമാണ് ഇന്ന്. ഞാൻ എന്ത് വായിച്ചു എന്ന് തീരുമാനിക്കുന്ന എഴുത്തുകാരിയല്ല.
വായിച്ചതിനെക്കുറിച്ച് എന്തിനെക്കുറിച്ച് പറയണം എന്നുള്ള സ്വാതന്ത്ര്യം ഇത് എഴുത്തുകാരൊരു ഫാസിസ്റ്റായി മാറിയിട്ടുണ്ട്. നിങ്ങൾ ഇന്നത് വായിച്ചോ, എന്നെ വഴിയെ നടന്നു പോകുമ്പോൾ ഈ പുസ്തകം എടുത്ത് തന്നിട്ട് ഇത് വായിച്ചോ, തന്നിട്ട് ഒരു മാസം കഴിഞ്ഞിട്ട് വീട്ടിൽ വിളിച്ചിട്ട് ഇത് വായിച്ചോ, ഇത് ഫാസിസമാണ്. എഴുത്തുകാരൻ ഫാസിസ്റ്റ് ആവരുത് അടിസ്ഥാനമായി. എത്ര ആൾ വായിച്ചു എന്നുള്ളതല്ല. ഇന്ന് ഒരു കാര്യം കൂടി ഞാൻ പറയാം, മുകുന്ദേട്ടനെ പോലുള്ള തലമുറ തിരിച്ചു ചിന്തിക്കുന്നത് മലയാള സാഹിത്യമാണ്. എത്ര ചെറുപ്പക്കാരുടെ എണ്ണമാണ് അവരെക്കാൾ കൂടുതൽ എണ്ണം വിൽക്കുന്നത് എന്നുള്ളൊരു ആകാംക്ഷ പഴയകാല എഴുത്തുകാർക്ക് വന്നില്ല. അവർക്കത് വരാമോ എന്നുള്ള വേറെ ചോദ്യം. അങ്ങനെ നിൽക്കുന്ന സമൂഹത്തിൽ 10,000 ചെറിയ നമ്പർ അല്ലെന്നേ. കാരണം വായന അടിസ്ഥാനമാകുമ്പോൾ വളരെ ന്യൂനപക്ഷത്തിൻ്റെ ഒരു സംസ്കാരമാണത്. അപ്പോൾ അവിടെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. അതിലൊന്നും ഒരു അർത്ഥവുമില്ല. ഞാൻ വായിച്ചോ വായിച്ചില്ലോ എന്നുള്ളതിൻ്റെ സ്വകാര്യതയിൽ കടന്നിൽ എനിക്ക് പൂർണ്ണമായും വിയോജിക്കുന്നത് എഴുത്തുകാരിൽ നിന്ന് വരാൻ പാടില്ലാത്തതാണ്. അപ്പോൾ സുധീർ സാർ പറഞ്ഞതുപോലെ വായന എത്ര പുസ്തകം വിറ്റു പോകുന്നു എന്നുള്ളതല്ല പ്രധാനം, എത്ര പേര് വായിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വളരെ അർത്ഥവത്തായിട്ട് വായിക്കുന്ന കുറച്ച് പേര്, അത് 10 പേരായാലും 100 പേരായാലും അത് അത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ എത്ര കോപ്പികൾ വിറ്റു പോകുന്നു എന്നുള്ളത് പലപ്പോഴും പ്രസാധകരുടെ ആവശ്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ പുസ്തകം കുറച്ച് പേര്, അത് ഇംഗ്ലീഷിലായാലും മലയാളത്തിലായാലും കുറച്ച് പേര് ആ പുസ്തകത്തിൻ്റെ സത്ത മനസ്സിലാക്കി വായിക്കുകയും അതിനെക്കുറിച്ച് പറയുകയും ചെയ്താൽ അത് തന്നെ മതി. എനിക്ക് തോന്നുന്നത് നമ്മളുടെ ഒന്നും പുസ്തകം അങ്ങനെ കുറച്ചധികം കാലം നിൽക്കുന്ന പുസ്തകങ്ങൾ തന്നെയാണ്. അപ്പോൾ വളരെ ആഘോഷങ്ങളില്ലാതെയും ചില പുസ്തകങ്ങൾക്ക് വേര് പിടിച്ച് നിൽക്കാൻ പറ്റും. പിന്നെ ഈ പല പല ജൂറികൾ, ഇപ്പം ഇംഗ്ലീഷിലേക്ക് വരുന്ന ട്രാൻസ്ലേഷൻസ് എനിക്ക് തോന്നുന്നു ഇപ്പം ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് നേരത്തെ പറഞ്ഞ പോലെ പല അവാർഡ് ജൂറികളും ഈ പുസ്തകം മഹത്തരം എന്ന് പറഞ്ഞ അല്ലെങ്കിൽ നല്ലതെന്ന് പറഞ്ഞ ഒരു കാറ്റഗറിയിൽ പല പല ഷോർട്ട് ലിസ്റ്റുകളിലൊക്കെ ഉൾപ്പെടുത്തുമ്പോഴാണ്, അപ്പോഴാണ് നമുക്ക് വിസിബിലിറ്റി കിട്ടുന്നത്. അപ്പം ചില അവാർഡുകൾ ഇല്ലാതായെങ്കിലും അതുപോലെയുള്ള പുതിയ വായനകൾ വന്നുകൊണ്ടിരിക്കും. നിങ്ങളെപ്പോലെയുള്ള വായനക്കാരിലാണ് ഞങ്ങളുടെ പുതിയ എഴുത്തുകാരുടെ പ്രതീക്ഷ. ഞങ്ങൾ കൂടുതൽ നല്ല, സുധീർ പറഞ്ഞ പോലെ ഞങ്ങളെ അധികം വിവർത്തനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന എഡിറ്റിംഗ് കണ്ടറിഞ്ഞ് കൂടുതൽ നല്ല എഡിറ്റിങ്ങിലേക്ക് ഒക്കെ വരാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ രണ്ടുപേരുടെയും കൃതികൾ കാലത്തിന് അപ്പുറത്തേക്ക് വായിക്കട്ടെ. അത് പുതിയ പരിഭാഷകളിലൂടെ വലിയ ലോകം കണ്ടെത്തും. ഞാനൊരു 2 എക്സാമ്പിൾ പറയാനുള്ള സമയം എനിക്ക് തരണം. ഒന്ന്, 45 വർഷം മുമ്പേ ഒരു അമർ മിത്ര എന്ന് പറയുന്ന ഒരു ബംഗാളി എഴുതിയൊരു കഥ, അതിൻ്റെ പേര് ദ മാൻ ഓഫ് കുസുംപൂർ എന്ന പേരിൽ 45 വർഷത്തിന് ശേഷം അമേരിക്കയിലെ ഒരു മാഗസിനിൽ പരിഭാഷപ്പെടുത്തുകയും അത് 2 വർഷം മുമ്പേയുള്ള ഓ ഹെൻറി പ്രൈസിന് നേടുകയും ചെയ്തു. അപ്പോൾ സാഹിത്യം മൗലികമാണെങ്കിൽ അതിനകത്ത് സൗന്ദര്യമുണ്ടെങ്കിൽ അത് ഏത് കാലത്തും അംഗീകരിക്കപ്പെടും. അത് രീതിയിൽ ഡോൺ കിക്സോട്ട് 1600കളിൽ എഴുതിയതാണ്. അതിന് എത്ര പരിഭാഷ ഇംഗ്ലീഷ് 10 വർഷത്തിന് മുമ്പ് അത് ഇംഗ്ലീഷ് പരിഭാഷ അന്ന് തന്നെ വന്നു. 1620 മറ്റേ ഇംഗ്ലീഷ് പരിഭാഷ വന്നു. പക്ഷേ 2005 അത് എഡിത്ത് ഗ്രോസ്മാൻ വീണ്ടും പരിഭാഷപ്പെടുത്തിയപ്പോൾ നമ്മുടെ ഹറോൾഡ് ബ്ലൂം പറഞ്ഞൊരു വാചകമുണ്ട്, ഇതുവരെ ലോകത്തിലെ 1ാമത്തെ എഴുത്തുകാരൻ ഷേക്സ്പിയർ ആയിരുന്നു. ഈ പരിഭാഷ വന്നതോടുകൂടി സെർവാൻഡസ് 1ാം സ്ഥാനത്തേക്ക് മാറി. അപ്പോൾ പരിഭാഷയ്ക്ക് അത്രയധികം പ്രാധാന്യമുണ്ട്. ഒരു മൈനർ ആർട്ടാണെങ്കിൽ പോലും അത് മനസ്സിലാക്കി പരിഭാഷയെ ഉൾക്കൊള്ളാനും പരിഭാഷ വായനക്കാരനാണ് വേണ്ടി, പരിഭാഷ എഴുത്തുകാരന് വേണ്ടിയല്ല എന്നുള്ള ആ സംസ്കാരത്തിൽ നമ്മൾ എത്തുകയും ചെയ്താൽ തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇവരാദ്യം പറഞ്ഞൊരു കാര്യത്തിന് കൂടി ഞാൻ ഉത്തരം പറയാം. വലിയ എഴുത്തുകാരാണ് ലിംഗപരമായ സമത്വം ഉണ്ടാക്കുക. ഫെമിനിസത്തിനപ്പുറത്ത് മനുഷ്യൻ എന്ന രീതിയിലേക്ക്, സ്റ്റേജിൽ മനുഷ്യനുണ്ടോ എന്ന് അന്വേഷിക്കുന്ന തലത്തിലേക്ക് കേരളത്തെ എത്തിക്കണമെങ്കിൽ ഈ വനിതകളായ എഴുത്തുകാർ അവരുടെ സാഹിത്യത്തിലൂടെ ഈ തരത്തിലുള്ള ഇഷ്യൂകൾ കൊണ്ടുവരണമെന്നാണ് അതിന് ഇവർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത്.